ഫീസില്ല. ഞാൻ ഒരു മിനിറ്റ് ബ്രോ, അങ്ങനെ പോലെ നമുക്ക്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ ക്ലാസ് പ്ലാൻ ചെയ്തതല്ല, പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ അല്പം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായ ചില സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകം ട്യൂഷൻ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായി തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഖുർആൻ സംരക്ഷണം പാളിയത് എങ്ങനെ എന്നുള്ളതാണ്. ഖുർആൻ സംരക്ഷണം പാളിയത് എങ്ങനെ, ദാവാക്കാരെ ക്രൈസ്തവ വിശ്വാസികൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ഇത് വരാനൊരു കാരണമുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് തുടർമാനമായിട്ട് അവരുടെ പല പണ്ഡിതന്മാരും, ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഞാൻ ഒരു കോലഞ്ചേരിക്കാരനാണ്. അപ്പൊ നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ഒരു സുഹൃത്ത്, അതുപോലെ തന്നെ വേറൊരു പണ്ഡിതൻ, അദ്ദേഹം നാട്ടുകാരൻ, അവിടെ എവിടുത്തുകാരനാണെന്ന് എനിക്കറിയില്ല, അറിയപ്പെടുന്ന ഒരു ദാവ പണ്ഡിതനായിരിക്കുന്ന സാബിത്ത്, അതുപോലെ വേറൊരു പണ്ഡിതനായിരിക്കുന്ന നബീൽ, ഒത്തിരി പേര്. പിന്നെ നമുക്ക് ഞാൻ പേരുകളെ പറഞ്ഞു, അത്രയധികം പേര്, നമ്മുടെ നിസു, പിന്നെ പലരും പറഞ്ഞു ഇവർക്ക് അത് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലതും മനസ്സിലാകുന്നു, നമുക്ക് കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു തരാമോ? അങ്ങനെ ചോദിച്ചതിന്റെ ഒരു ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇന്നിപ്പോ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചത്. എന്താണ് നമ്മൾ പറയുന്നത്? ഞങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിമുകൾക്ക് ഒരു ഖുർആൻ അല്ല ഉള്ളൂ, 900 ഖുർആൻ ഉണ്ട് എന്നുള്ളത് ആദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഖുർആൻ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സംരക്ഷിച്ച് വന്നപ്പോൾ ഒരു ഖുർആന് പകരം 900 ഖുർആൻ ആയിപ്പോയി എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ പറയാൻ ശ്രമിച്ചത്. ഇവരാദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇപ്പോ മൗദൂദി ആകട്ടെ, അക്ബർ ആകട്ടെ, ഷബീർ അലി ആകട്ടെ, ലണ്ടനിൽ ദാവ നടത്തുന്ന സ്പീക്കേഴ്സ് കോർണറിലെ ആളുകളാകട്ടെ, ആരായിക്കൊള്ളട്ടെ, അഹമ്മദ് ദിദാട്ട് ആയിക്കൊള്ളട്ടെ, ഏകദേശം 1300-1400 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഖുർആൻ എന്നുള്ളത് ഒരിക്കലും ഒരു തർക്കമില്ലാത്ത ഗ്രന്ഥമാണ്. അപ്പൊ അങ്ങനെ തർക്കമില്ലാത്ത ഏക ഗ്രന്ഥം, അള്ളാഹുവിനാൽ വിരചിതമായ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ, അല്ലെങ്കിൽ സൃഷ്ടിയാണോ സൃഷ്ടിയല്ല എന്നുള്ള കാര്യത്തിൽ ഇവരുടെ ഒരു തർക്കമാണ്. അത്രയ്ക്കും വലിയ സ്ഥാനമുള്ള, ഒരു വാക്കിനോ ഒരു കുത്തിനോ പുള്ളിക്കോ വള്ളിക്കോ മാറ്റമില്ലാത്ത സ്വർഗീയ ഗ്രന്ഥമാണ് എന്നാണ്, അള്ളാഹുവിനോട് കൂടെ നിത്യമായിരിക്കുന്ന ഗ്രന്ഥമാണെന്നാണ്. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്നത് ഖുർആനാണ്. ഇത് ഏറ്റവും ഭൂലോകത്തിൽ വേറൊന്നിന് സമാനത അവകാശപ്പെടാനില്ലാത്ത ഗ്രന്ഥമാണ് എന്നാണ് നമ്മൾ ഇത്ര വർഷങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. വാസ്തവത്തില് ഇതിന്റെ സംരക്ഷണം എങ്ങനെയാണ്, വളരെ ഉത്സാഹത്തോടെ തുടങ്ങിയ ഒരു സംരക്ഷണം എങ്ങനെയാണ് പാളിപ്പോയത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല ഈ ഗ്രന്ഥ സംരക്ഷണത്തിൽ. അള്ളാഹു കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾ തന്റെ ഗ്രന്ഥത്തെ അദ്ദേഹം സംരക്ഷിക്കും എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവകാശപ്പെടുമെങ്കിലും അദ്ദേഹം ഇറക്കിയ ഗ്രന്ഥങ്ങൾ പലതാണ്. ആദ്യമായിട്ട് അദ്ദേഹം ഇറക്കിയ ഗ്രന്ഥം നൂഹിന്, പിന്നീട് ഇബ്രാഹിമിന്, ഇവർക്ക് ഏടുകൾ കൊടുത്തു. മൂസായ്ക്ക് അദ്ദേഹം തൗറാത്ത് കൊടുത്തു. അദ്ദേഹം ദാവൂദ് നബിക്ക് സബൂർ കൊടുത്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഏകദേശം 2000 വർഷം മുമ്പ് ഈസാ നബിക്ക് അദ്ദേഹം ഇഞ്ചീൽ കൊടുത്തു. ഇനി ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിനെന്നാണ് ഇവിടുത്തെ ദാവക്കാർ പറയുന്നത്. അള്ളാഹു അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയില്ല, പക്ഷെ ദാവക്കാർ പറയുന്നത് ഇതൊന്നും അദ്ദേഹത്തിന് അത്ര ഉദ്ദേശിച്ച രീതിയിൽ സംരക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ അവസാന കാലത്ത് കൊടുത്ത ഗ്രന്ഥം, അതായത് ഖുർആൻ, മുഹമ്മദ് നബിക്ക് കൊടുത്ത ഗ്രന്ഥം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന് എല്ലാത്തിനേക്കാളും മോശമായ അവസ്ഥയിലാണ് ഖുർആൻ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ഈ ഹാർഡ് ഫാക്ട്സ് ചിലപ്പോൾ നമ്മുടെ ഒരു 40-50 വർഷം ഒരു കാര്യം പഠിച്ചിട്ട് അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു ഞെട്ടലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, ആ ഫസ്റ്റ് അടിയിൽ വീണു പോയതുകൊണ്ടായിരിക്കാം
പിന്നെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് ഇവരുടെ അവകാശവാദം? ഖുർആൻ അക്ഷരം പ്രതി പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഒരു ഡോട്ട് പോലും മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? ഇത് ഈ രീതിയിൽ മുമ്പ് പറഞ്ഞിട്ടില്ല. കാരണം ഇത് വളരെ ഒത്തിരി അങ്ങ് സിമ്പിൾ ആയാലും നമ്മൾ വിചാരിക്കും ഈ ടീച്ചറിന് വലിയ കഴമ്പില്ല എന്ന് വിചാരിക്കാൻ സാധ്യത. അതുകൊണ്ട് ഞാൻ ഒരല്പം, പലരും ഇന്നലത്തെ സെഷനുകളെല്ലാം പറഞ്ഞു അത് ഇച്ചിരി കൂടുതലാണ്, അതൊന്ന് കട്ടി കുറയ്ക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അത് കട്ടി കുറച്ച് ഒന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ് ഈ സെഷനിൽ. ദാവാ അവകാശവാദം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ മെയിൻ വാദം എന്നുള്ളത് എന്താണ്? ഫുൾ പ്രിസർവേഷൻ ഓഫ് ദ ഖുറാൻ. അതാണ്. ഓക്കെ, ഫുൾ പ്രിസർവേഷൻ ഓഫ് ദി എൻറ്റയറിറ്റി ഓഫ് ദ പ്രോഫറ്റ്സ് മെസ്സേജ് ഈസ് പ്രിസേർവ്ഡ് എന്നുള്ളതാണ് ഇവരുടെ വാദം. ഇത് ഞാൻ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരോ ആളുകളുടെ കൊട്ടേഷൻസ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയും. അതല്ലാതെ അത് കട്ടി കുറയ്ക്കാൻ പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എടുക്കാനേ പറ്റുള്ളൂ. എൻറ്റയറിറ്റി ഓഫ് ദ പ്രോഫറ്റ്സ് മെസ്സേജ് ഈസ് പ്രിസേർവ്ഡ്. എന്നാൽ ഈ അള്ളാഹയുടെ ഗ്രന്ഥം അവതരിപ്പിച്ചതിൽ കേവലം ഈ ദാവാക്കാർ അവകാശപ്പെടുന്ന പോലെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ് അല്ല. മനസ്സിലായോ? കാരണം ഇവരുടെ തന്നെ സോഴ്സസ്, ഇപ്പൊ നമുക്ക് അതിന് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയും. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഫിലോസഫിയെ പറ്റി പറയുമ്പോൾ അവർക്കൊരു വലിയ നീണ്ട ഒരു ഹിസ്റ്ററി ഉണ്ട്. ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം അപ്പോസ്തലന്മാർ, അപ്പോസ്തല പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇന്ന് കാലത്ത് നിൽക്കുന്ന ആളുകളും അതിൻ്റെ അകത്ത് ഭാഗം. ഇതൊരു ഫാമിലിയാണ്, ഇതൊരു ട്രീ ആണ്, ഇതൊരു സ്റ്റോറി ലൈനാണ്. അപ്പൊ അതുപോലെ ഈ ഇസ്ലാമിനും കൊണ്ട് ഒരു സ്റ്റോറി ലൈൻ. അപ്പൊ അവര് കാലാകാലങ്ങളിലായിട്ട് ഇത് എങ്ങനെയാണ് ഈ ഗ്രന്ഥം വന്നതെന്നും എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടതെന്നും വളരെ വൃത്തിയായിട്ട്, അത് മുഴുവൻ ശരി എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ഈ റൈറ്റേഴ്സിന്റെ ബയാസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അവര് തന്നെ ക്ലാസിക്കൽ സോഴ്സസിൽ ഇവരുടെ പണ്ഡിതന്മാര്, ഇവരുടെ ചരിത്രകാരന്മാര്, ഇവരുടെ പ്രമുഖ പ്രവർത്തകര് അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ദാവ കളക്ഷൻസിനെ കൂടാതെ തന്നെ നമുക്കറിയാവുന്ന പോലെ ഇവരുടെ ഔദ്യോഗിക ഗ്രന്ഥങ്ങളായിട്ട് ഇവർ തന്നെ വിശ്വസിക്കുന്ന ഖുറാൻ, ഹദീസുകൾ, അതുപോലെ ഇവരുടെ ചരിത്രങ്ങൾ, സീറകൾ, ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ, ഇവരുടെ തന്നെ ഇന്റേണൽ സോഴ്സസ്, അതുപോലെ അത് ഗ്രാമാറ്റിക്കൽ ഗ്രന്ഥങ്ങൾ, എല്ലാം ധാരാളം തരം ഗ്രന്ഥങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതെങ്ങനെയാണ് ഈ ഖുറാൻ രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു അല്പം ട്യൂഷൻ ക്ലാസ് ആയതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ കട്ടിയുള്ള വാക്കുകൾ പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുട്ടികൾ കുറച്ചുകൂടെ ഉത്സാഹത്തോടെയും ശ്രദ്ധയോടെയും കൂടി ഇരിക്കുക. ക്ലാസ്സിൽ അലമ്പാക്കാതെ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാധാരണ ഒരു മദ്രസ ലെവലിലുള്ള സംഭാഷണമല്ല ഇത്. അത് ഇച്ചിരി കൂടെ നമ്മൾ ഒരു ഹയർ ലെവലാണ് പറഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഞങ്ങളുടെ വീക്ക് സ്റ്റുഡൻസിനെ വിട്ടുകളയുന്ന ആൾക്കാരല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങളെ കൊണ്ടാവുന്നത് ശ്രമിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഖുറാൻ ആക്ഷരികമായിട്ട് പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ വാദം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ഇവിടെ ധർമ്മദീപ്തി, ഞങ്ങൾ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ ഇരിക്കുന്ന പല സഹോദരന്മാരും പറയുന്നത്, entirety of the prophet message is not preserved, അല്ലെങ്കിൽ full preservation of the Quran is not done. നിങ്ങൾക്ക് അതിന്റെ പല രീതിയിൽ അതിന്റെ ചരിത്രം വായിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റെഫറൻസസ് അല്ല പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് എടുത്തതായതുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ പിന്നാലെ തരാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഫുൾ പ്രിസർവേഷൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് പ്രിസർവ് ചെയ്തതാണോ അല്ലയോ എന്ന് അറിയാനുള്ള മീൻസ് ആൻഡ് റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആദ്യത്തെ കോഡിസസുകൾ അവരെന്ത് ചെയ്തു? കത്തിച്ചു അല്ലെങ്കിൽ നശിച്ചു. ഓക്കെ, ഇപ്പോ ഉസ്മാന്റെ ഫസ്റ്റ് സ്റ്റാൻഡർഡൈസേഷന്റെ സമയത്ത്, ഇത് പിള്ളേർ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിയിട്ട് നാളെയും മനസ്സിലായില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം ക്ലാസ് എടുക്കുന്നതാണ്. ട്യൂഷൻ ആണെങ്കിൽ പോലും ഫീസ് ഇല്ലാതെയാണ്. അപ്പൊ അതുകൊണ്ട് അധ്യാപകന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പൊ ഹഫ്സയുടെ കയ്യിലിരിക്കുന്ന ഈ കോഡക്സ്, ആദ്യത്തെ കോഡക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ആദ്യത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എല്ലിൽ നിന്ന്, തുകലിലെ വസ്തുക്കളിൽ നിന്ന്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ ഉസ്മാൻ ആളെ വിട്ട്, അല്ലെങ്കിൽ അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ആളെ വിട്ടിട്ട്, ഉസ്മാൻ അല്ല അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ആളെ വിട്ട് സൈദ് ബിൻ താബിത്തിനെ കൊണ്ട് എന്ത് ചെയ്തു? ഓരോരുത്തരോടും ചോദിച്ചു, ദയവായിട്ട് നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ ഇതുപോലെ ആയത്തുണ്ടോ, അള്ളാഹയുടെ ആയത്തുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെ ക്രൗഡ് സോഴ്സിങ് വഴിയാണ് നമ്മൾ ആദ്യത്തെ കമ്പൈലേഷൻ നടക്കുന്നത്. പക്ഷെ ഈ ക്രൗഡ് സോഴ്സ് വഴി നമ്മൾ ആർഗ്യുമെന്റ് സേക്കിന്, നമുക്കറിയാം പലരും ഇതിന്റെ ഇടയ്ക്ക് യമാമ യുദ്ധത്തിലൊക്കെ പലരും മരിച്ചുപോയി. പല കാര്യങ്ങൾ ഈ ഇങ്ങനെ കാണാതെ പഠിച്ച് ചൊല്ലുന്ന പലരും മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ചില ആയത്തുകൾക്കൊക്കെ ഒരാളുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പലതും ഇതിന്റെ ഇടയ്ക്ക് നശിച്ചു പോയിട്ടുണ്ടാകണം. അപ്പൊ അങ്ങനെ ഈ ഉള്ളതും കിട്ടിയതും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മുടെ ആദ്യത്തെ കോഡക്സ്, ഹഫ്സയുടെ കോഡക്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഹഫ്സയുടെ കയ്യിലിരുന്ന, അല്ലെങ്കിൽ അന്ന് ഹഫ്സയുടെ കയ്യിലായിരുന്നില്ല, അന്ന് ഇത് അബൂബക്കറിന്റെ കയ്യിൽ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം വന്ന ഖലീഫ ആയിരിക്കുന്ന ഉമറിന്റെ കയ്യിലായിരുന്നു. ഉമറിന്റെ ശേഷം അദ്ദേഹത്തിന്റെ മകളും അതുപോലെ പ്രവാചകൻ മുഹമ്മദിന്റെ ഭാര്യയുമായിരിക്കുന്ന ഹഫ്സയുടെ കയ്യിൽ ഈ സാധനം എത്തിച്ചത്. അപ്പൊ ഈ ഹഫ്സയുടെ കയ്യിൽ ഇരിക്കുന്നതാണ് വാസ്തവത്തില് ആദ്യം സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട ഖുറാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ നോക്കുക, പ്രവാചകന്റെ കയ്യിലുള്ള പലതും അവിടെ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ട്യൂഷൻ പിള്ളേർ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവാചകന്റെ കയ്യിലിരിക്കുന്ന പല സാധനങ്ങളും പലരും മരിച്ചു പോയത് കൊണ്ടും പലതും ഓർമ്മക്കുറവുള്ളത് കൊണ്ടും പല സൂറകളും പല ആയത്തുകളും ഇവിടെ വെച്ച് തന്നെ നശിച്ചുപോയി. അപ്പൊ നിങ്ങളുടെ എൻറ്റയറിറ്റി ഓഫ് ദ പ്രോഫറ്റ്സ് മെസ്സേജ് അവിടെ വെച്ച് തന്നെ പലർക്കും നഷ്ടപ്പെട്ടു. ഇനി ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം, ഈ രണ്ടാമത് ഒരു പ്രശ്നം ഉണ്ടായി. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ട്യൂഷൻ പിള്ളേർ ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി. രണ്ടാമത്തെ പ്രശ്നം ഇതിനേക്കാളും പ്രശ്നമായിരുന്നു. ചില ആളുകൾ പറഞ്ഞു, ഈ പ്രവാചകന് കിട്ടിയെന്ന് പറയുന്ന ഈ ഗ്രന്ഥം, പ്രവാചകന് കിട്ടിയെന്ന് പറഞ്ഞ ഗ്രന്ഥം പല സ്ഥലത്തും പല രീതിയിലാണ് വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ പറ്റില്ല. ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ പറ്റില്ല, നമുക്ക് ഇതൊന്ന് യൂണിഫൈ ചെയ്യണം എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യം യൂണിഫൈ അല്ലെങ്കിൽ കോഡിഫൈ ചെയ്താണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാന്ന് പറയും, അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തതാണ്. അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഓൾറെഡി സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്ന, അന്നത്തെ പലരും മരിച്ചുപോയി, യഥാർത്ഥത്തിലുള്ള സാധനം ഹഫ്സയുടെ കയ്യിലുണ്ട്, അതിന് കോപ്പി എടുക്കുക, അത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ അത് തീർന്നില്ല. അവിടെയും പല പ്രശ്നങ്ങളാണ്. നമ്മൾ അവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഉസ്മാൻ ഉണ്ടാക്കിയ കമ്മിറ്റിയിൽ ഞാനും എന്താണ് പേര് മറന്നുമില്ല, നമ്മുടെ ആറാം തമ്പുരാനി പറഞ്ഞ പോലെ അപ്പനും ഞാനും സുഭദ്രയും എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. ഉസ്മാന്റെ ഒരു സിൽബന്തി ആയിരിക്കുന്ന സൈദ് ബിൻ താബിത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 3 മരുമക്കളുമാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായത്. അപ്പൊ അതിൽ തള്ളപ്പെട്ട 2 പേരെന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി ഡയറക്റ്റ് ഖുറാൻ ഊതിക്കൊടുക്കുകയും അദ്ദേഹത്തിന് ഡയറക്റ്റ് കേൾക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യന്മാരായിരിക്കുന്ന 2 പേരെയാണ് തടഞ്ഞിട്ടാണ് ഈ ഉസ്മാൻ ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ തന്നെ ഏകദേശം 200 ചില്ലാനും വർഷങ്ങളോളം ഈ കമ്മിറ്റിയിൽ ചിലരുടെ ഖുറാൻ ആയത്തുകൾ സൂറകൾ ആഡ് ചെയ്തതെന്നും ചിലതെല്ലാം എടുത്തു കളഞ്ഞുവെന്നും എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നമുണ്ടായി. അങ്ങനെ അത് ഫോളോ ചെയ്ത ആൾക്കാരെ പീഡിപ്പിക്കുകയും പേടിപ്പിക്കുകയും അങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങൾ വായിച്ചവരെ പീഡിപ്പിക്കുകയും പേടിപ്പിക്കുകയും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചവരെ കൊല്ലുകയും എല്ലാം ചെയ്തു. അപ്പൊ അവിടെയും നമുക്ക് ഈ ഗ്രന്ഥം നശിച്ചുപോയി, അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ മുഴുവൻ മെസ്സേജും ഈ ഉസ്മാന്റെ രണ്ടാമത്തെ കോഡക്സിലോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്റ്റോറി നട്ട്ഷെല്ലാണ്, ഇതൊരു ട്യൂഷൻ ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഫുൾ നമുക്ക് എല്ലാം ഈ 15 മണിക്കൂറത്തെ ക്ലാസ് ഇതൊരു എന്താ പറഞ്ഞേ, ഇങ്ങനെ നമ്മൾ വളരെ ചെറുതായിട്ട് പറയണം. അപ്പൊ അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരണമെങ്കിൽ സ്റ്റുഡൻസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലൈൻ. അപ്പൊ അങ്ങനെ ഈ വിഷയം ഫ്രണ്ടിലോട്ട് പോകുന്നു. ഹഫ്സയുടെ
കയ്യിലുള്ള കോഡെക്സ് ഉസ്മാന്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് നോക്കുന്നു, ചിലതൊക്കെ ആഡ് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതാ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹഫ്സയുടെ കയ്യിലോട്ട്, ഉസ്മാൻ ഒരു മാന്യനാണ്, പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഉസ്മാൻ ആ ഒരു കാര്യത്തിൽ അത് സാധനം മേടിച്ചു കൊടുത്തു. ക്രൗഡ് സോഴ്സിംഗ് വഴിയാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം, ഹഫ്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് നബിയുടെ വൈഫാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാന്യത എന്നുള്ളതിൽ അദ്ദേഹം മേടിച്ച സാധനം തിരിച്ചു കൊടുത്തു. പക്ഷെ ഈ ഉസ്മാന് ശേഷം ഈ ഹഫ്സയോട് വേറൊരാള്, അദ്ദേഹത്തിന്റെ പേര് മർവാൻ എന്നുള്ളതാണ്. അദ്ദേഹം മദീനയിലെ ഭരണാധികാരിയാണ്. അപ്പൊ മദീനയിലെ ഭരണാധികാരിയായ മർവാൻ, അതിനിപ്പോ ഈ സ്ഥലങ്ങളോ പേരുകളൊക്കെ മാറുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ അതാണ് ഇപ്പൊ പ്രശ്നം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തെ ഇട്ട ഇനിഷ്യല് ശരിയായില്ല, അല്ലെങ്കിൽ പിന്നെ ഇട്ട കളറ് കൊട്ട് ചെയ്തപ്പോൾ ഉപയോഗിച്ച കളറ് ശരിയായില്ല, എന്നൊക്കെയാണ് ഇപ്പോ വലിയ പ്രശ്നങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഞാനത് ഓരോ ദിവസങ്ങളിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും അതുപോലെ തെറ്റുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും ശ്രമിക്കും. ഞാൻ എന്താ പറഞ്ഞ ഒരു പണ്ഡിതനല്ലാത്തതുകൊണ്ടും അങ്ങനെ അവകാശവാദം ഇല്ലാത്തതുകൊണ്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താവുന്നതാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ മർവാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ മർവാന് ഈ പുള്ളിക്ക് കാര്യം അറിയാം. കാരണം ഈ ഹഫ്സയുടെ കയ്യിലിരിക്കുന്ന ഈ ഖുറാനും അല്ലെങ്കിൽ ഈ മുസഫ് എന്ന് പറയാൻ പറ്റില്ല, ഈ അവരുടെ കയ്യിലിരിക്കുന്ന എഴുത്തുകളും മുസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മുസഫ് എന്ന് പറയുന്നില്ല. ഹഫ്സയുടെ കയ്യിലിരിക്കുന്ന സുഹൂഫുകൾ അല്ലെ, ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലത്. ആ സുഹൂഫുകൾ പിന്നെ തിരിച്ചു കൊടുത്തു. ഈ തിരിച്ചു കൊടുത്തിട്ട് ഈ ഹഫ്സ മരിച്ച്, ഹഫ്സയോട് ഈ മർവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ പലപ്പോഴും ചോദിച്ചു ഈ സാധനം തരണം, ഞങ്ങൾക്ക് തരണം. പക്ഷെ ഹഫ്സയ്ക്ക് അറിയാം ഈ സാധനം കിട്ടിയ അപ്പൊ ഇവന്മാർ നശിപ്പിക്കും. ഇത് കത്തിക്കുക നശിപ്പിക്കുക എന്നുള്ളത് ഈ ഇസ്ലാമിന്റെ രക്തത്തിൽ പണ്ടേ തൊട്ടേ ഉള്ളതാണ്. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് കമ്പൈലേഷന്റെ സമയത്ത് ഈ ജനങ്ങൾ കൊടുത്ത എല്ലാ സാധനങ്ങളും അന്ന് അവർ കത്തിച്ചാണ് അല്ലെ. നമുക്കറിയാം ഈ ഹഫ്സയുടെ കയ്യിലുള്ള കോപ്പി കിട്ടുന്നതിന്റെ മുമ്പ് അവര് ഏൽപ്പിച്ചു കൊടുത്ത സകല സാധനങ്ങളും അന്ന് കത്തിച്ചു കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ കത്തിക്കുക എന്നുള്ളത് ഒരു ശീലമായതുകൊണ്ടും പിന്നീടും ഈ കാര്യം സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടും എന്ത് ചെയ്തു, ഈ ഹഫ്സ ഇത് ഇയാൾക്ക് കൊടുക്കുന്നില്ല, മർവാൻ കൊടുക്കും. പക്ഷെ ഈ ഹഫ്സ നമുക്കിപ്പോ മരിച്ചു, നമ്മുടെ ഒരു പ്രശ്നം അതാണ്, നമ്മളൊക്കെ മരിക്കും ഒരു ദിവസം. അപ്പൊ അങ്ങനെ ഇത് മരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു, ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോ ഹഫ്സയുടെ സഹോദരനെ ഇതുപോലെ പേടിപ്പിക്കുകയോ ചെയ്തിട്ട് ഈ ഹഫ്സയുടെ കയ്യിലിരുന്ന, അതിപ്പോ വളരെ പ്രശ്നം, ഇത് കട്ടിലിന്റെ അടിയിലാണോ ഇരുന്നത് ഈ ഹഫ്സ സൂക്ഷിച്ചത്, അതോ സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിലാണോ എന്നുള്ളതായിരുന്നു വേറൊരു പ്രശ്നം. എന്റെ സാധാരണഗതിയിൽ അറബികള് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നത് സാധാരണഗതിയിൽ പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഇപ്പൊ നമ്മുടെ ആയിഷയുടെ കേസിലൊക്കെ നമുക്കറിയാലോ, അവര് തലകണയുടെ അടിയിലോ കട്ടലിന്റെ അടിയിലോ മറ്റേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏതോ ഒരു ചരിത്രകാരൻ, ഏതോ ഒരു പണ്ഡിതൻ എഴുതി വെച്ചു ഇത് പിന്നെ കട്ടിലിന്റെ അടിയിലുള്ള ഏതോ പെട്ടിയിലായിരുന്നു എന്ന് എഴുതി വെച്ചു. അപ്പൊ ഇവര് ഇപ്പോഴത്തെ ദാവാക്കാർ പറയുന്നത് പെട്ടിയിലായിരുന്നില്ല, അത് സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിലായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കറിയില്ല, ഏതായാലും എവിടെയെങ്കിലും ആയിക്കോട്ടെ ഹഫ്സയുടെ കയ്യിൽ ഈ സാധനം ഇരുന്നു, ഈ സാധനം പിന്നെ അവരെ പേടിപ്പിച്ചു, ഈ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ട് ഒറിജിനൽ കോപ്പി കത്തിച്ചു കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പ്രോഫറ്റിന്റെ മെസ്സേജ് ഉള്ള ആദ്യത്തെ സാധനങ്ങൾ എല്ലിലും എവിടെയൊക്കെ എഴുതാമോ അവിടെ എല്ലാം എഴുതി വെച്ച സാധനങ്ങൾ അന്ന് കത്തിച്ചു. പിന്നീട് ഒറിജിനൽ കോപ്പി എഴുതി എന്ന് പറയുന്ന ആ കോപ്പി നീ ഒരിക്കലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാതെ വണ്ണം ആ കോപ്പിയും കത്തിച്ചു. നിങ്ങൾക്ക് ഫത്തുൽ ബാരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്കാൻ, അതുപോലെ പിന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ, അതിന് എനിക്ക് തോന്നുന്ന ഒരു 4ഓളം ഗ്രന്ഥങ്ങളിൽ എനിക്ക് തോന്നുന്ന 1-2 പിന്നെ കിതാബുൽ മസാഹിബ്, ഇങ്ങനെ പല ഗ്രന്ഥങ്ങളില്ലേ, അതുപോലെ 1-2 ഇവരുടെ ഹദീസുകളിൽ നമുക്ക് ഇതുപോലുള്ള ഈ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഈ പ്രവാചകൻ അന്ന് കൊടുത്ത ഈ സാധനങ്ങള് ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കോഡക്സുകൾ അവർ കത്തിച്ചു എന്നുള്ളത്. അപ്പോൾ പ്രവാചകന് കൊടുത്ത അല്ലെങ്കിൽ പ്രവാചകന് കിട്ടിയ ബാക്കി പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, കാരണം ഈ കത്തിച്ച ശേഷം മർവാനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ കത്തിച്ചത്, അത് പിന്നീട് ഈ മുസഫിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇനി വേറെ ആൾക്കാർ വന്ന് വേറെ കഥകൾ പറയരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് കൊട്ടേഷൻ അല്ല, ഞാനത് ട്യൂഷൻ ക്ലാസ് എടുക്കുകയാണ്. കൊട്ടേഷനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച് വായിച്ചിരുന്നു.
അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ക്രിറ്റിസിസംസ് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നമുക്കത് നമ്മൾ കുറച്ചുകൂടെ ഷാർപ്പ് ആവാൻ സഹായിക്കും. അപ്പൊ ഇത് ഞാനൊരു സാധാരണക്കാർക്ക് വേണ്ടി, അതായത് ഒരു മദ്രസ ലെവലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇത് മനസ്സിലാവുന്നില്ല, തെളിവുകൾ സ്ലൈഡുകളെല്ലാം കാണിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ പ്രവാചകന്റെ മെസ്സേജ് അവിടെ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ദാവാക്കാരെ ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, പ്രവാചകന്റെ മെസ്സേജ് ദ മൊമെന്റ് ഈ ഹഫ്സയുടെ കയ്യിലുള്ള കോപ്പി കത്തിച്ചതോടുകൂടി നമുക്കിത് പ്രവാചകന്റെ കയ്യിലുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ വണ്ണം ആയിത്തീർന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും വലിയ കേട്ടെഴുത്തുകാരായിരിക്കുന്ന ഇബ്നു മസൂദും ഇബിൻ കാബും ഈ ഗ്രന്ഥങ്ങൾക്ക് ഈ കമ്മിറ്റിക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വാദം ഒന്ന്, പ്രവാചകന്റെ മെസ്സേജ് ഉസ്മാൻ രൂപീകരിച്ച സ്റ്റാൻഡേർഡൈസ് ചെയ്തതോടുകൂടി യഥാർത്ഥ മെസ്സേജ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇതിന്റെ കാരണം ഈ ഷാദ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം ശരിയാണോ എന്ന് എനിക്കറിയില്ല. നമ്മള് ഷാദ് ആക്കിയ പല വായനകളുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളില് വാക്കുകളിലോ ഡേറ്റിലോ പേരിലോ ചിലപ്പോൾ സംസാരിക്കുകയാണ്, ഞാനത് ഒരു ടെക്സ്റ്റ് നോക്കിയല്ല പറയുന്നത്, എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ വരാം. ഓർമ്മയിൽ നിന്നും ഞാൻ എൻ്റെ നോട്ട് ഇവിടെ ഉണ്ട്, ആ നോട്ട് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഷാദാക്കിയ പല വായനകളും ഉണ്ട്. കാരണം ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓരോ പേപ്പറുകളും 140, 130 ഒക്കെ പവർ പോയിന്റ്സ് ആണ്. അപ്പൊ എനിക്കത് നോക്കിയിട്ട് ഇത്രയും ചെറിയ രീതിയിൽ ഈ തുണ്ടുപേപ്പർ കൊടുക്കുന്ന പോലെയാണ് വാസ്തവത്തിൽ നമ്മൾ ദാവക്കാർക്ക് ഇത് കൊടുക്കുന്നത്. കാരണം മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഷാദാക്കിയ അല്ലെങ്കിൽ അനോമലസ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള പല വായനകളും വാസ്തവത്തിൽ പ്രവാചകനിൽ വരെ സന്നദ്ധുള്ളതാണ്. ഈ പോയിന്റ് തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ആദ്യം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതായത് ഷാദാക്കാനുള്ള ഒരു കണ്ടീഷൻ അത് ഉത്മാന്റെ റസമിൽ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, പ്രവാചകനുമായിട്ട് എല്ലാ കണക്ഷൻസും ഉണ്ട്, ഗ്രാമർ എല്ലാം ശരിയാണ്, എല്ലാം ഓക്കെയാണ്. പ്രവാചകൻ പറഞ്ഞതാണെങ്കിലും, അതായത് സഹി എന്ന് പറഞ്ഞ വഹി, യഥാർത്ഥ വഹി ആണെങ്കിൽ കൂടെ ഉസ്മാന്റെ റസത്തിൽ ഇല്ലെങ്കിൽ അത് ദുർബലപ്പെടും. അങ്ങനെ സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഷാദാക്കിയതോടുകൂടി, അതായത് ഉസ്മാനിക റസത്തിൽ ഇല്ലാത്തതെല്ലാം പുറത്താക്കിയതോടുകൂടി പുറത്തു പോയ ആളാണ് ഇബിൻ കാബ്. ഇത് നിങ്ങളുടെ സ്വന്തം ചരിത്രത്തിൽ നിന്നുള്ള. So basically what I'm saying is all the eponymous readings were transmitted via single strand, which rendered the tawatur of these readings questionable and problematic. Okay. ഇനി മുത്തുവാത്തിർ, ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മുത്തുവാത്തിർ പരാജയമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണമായിട്ട് പണ്ഡിതന്മാര് പറയുന്നത്, നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ട്, ഒരു ലീനിയേജ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലിങ്ക് എന്ന് പറയും, അല്ലെങ്കിൽ സനദ് എന്നോ ഒക്കെ പറയും. ഈ സനദുകൾ പലതും തിൻ ചെയിൻസ് ആണ്. ഓക്കെ, ഇവരുടെ സനദുകള് തിൻ ചെയിൻസ് ആയതുകൊണ്ട് ഇത് മുത്തുവാത്തിർ എന്ന ഗണത്തിൽ ചേർക്കാൻ പറ്റില്ല എന്നാണ് ഇവരുടെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരായ ആളുകൾ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടില് ഈ വിഷയം പഠിച്ചതിന് ശേഷം അവകാശപ്പെടുന്നത്. അതായത് ഈ മുത്തുവാത്തിർ എന്നുള്ള വാദം പരാജയമാണ്. ഇത് ഇന്ന് 21ാം നൂറ്റാണ്ടിൽ മാത്രമല്ല പറയുന്നത് ദാവക്കാരെ. ഇബ്ൻ അൽ ജാസിറി 9-10 നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന ഇബ്ൻ അൽ ജാസിറിയുടെ കാലത്ത്, ഞാൻ പറയുമ്പോൾ സമയം ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതാണ്, പലപ്പോഴും സമയം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 10 വായനകളും മുത്തുവാത്തിർ ആണെന്ന് ഔദ്യോഗിക ഫത്വ വഴിയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. താങ്ക് യു. ജാസിറി 15th century. താങ്ക്സ്. എനിക്ക് ഞാൻ തോന്നിയത് അപ്പത് 9ാം നൂറ്റാണ്ടിൽ നിന്ന് ഇബിൻ മുജാഹിദ് അതിനുശേഷം അൽദാനി 11,
അപ്പൊ ശരിയാണ്, താങ്ക്സ്. അപ്പോ ഇബൻ അൽ ജാസറിയുടെ 10 വായനകളും മുത്തുവാത്തിറാണെന്ന് സ്ഥാപിച്ചത് ഔദ്യോഗിക ഫത്വ വഴിയാണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് മുത്തുവാത്തിറാണെങ്കിൽ പിന്നെ ഫത്വയുടെ ആവശ്യമില്ല. അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സൂര്യൻ കിഴക്ക് ഉദിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതിനൊരു ഫത്വ വേണം. സൂര്യൻ കിഴക്കാണ് ഉദിക്കേണ്ടത്, ഫത്വ വേണം, വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 10 വായനകളും മുത്തുവാത്തിറാണെന്ന് സ്ഥാപിച്ചത് 15-ാം നൂറ്റാണ്ടില് സ്ഥാപിച്ചത് ഫത്വ വഴിയാണ് എന്നത് തന്നെ ഇത് മുത്തുവാത്തിറാണ് എന്നുള്ള, കാരണം ഇത് എൻഫോഴ്സ് ചെയ്യിക്കുകയാണ്, ആ ജനതയിലോട്ട് എൻഫോഴ്സ് ചെയ്യിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഇബിൻ മുജാഹിദിന്റെ കാലത്ത് 7 വായനയിലോട്ട് ചുരുങ്ങിയത് 50 തരം വായനയിൽ നിന്ന് 7 വായനയിലോട്ട് ചുരുക്കിയപ്പോഴും ആ സമൂഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അത് തന്നെ അവിടെ അൺട്രസ്റ്റ് ആണ് ഉണ്ടായത്. 50 തരം വായനകളിൽ നിന്ന് 7 ചുരുക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ പ്രശ്നമുണ്ടായി. വാസ്തവത്തിൽ ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാണ് എന്ത് ചെയ്തത്? ഈ 7 ചുരുക്കിയതിനു ശേഷം 15-ാം നൂറ്റാണ്ടില് ഇത് 10 കൂട്ടിയത്. ഇനി ഇതിന് ഏറ്റവും വലിയ കല്ലുകടിയായിട്ടുള്ളത്, ഇവരുടെ ഈ മുത്തുവാത്തിർ എന്ന് പറഞ്ഞ സ്ഥാനത്തിന് ഏറ്റവും വലിയ കല്ലുകടിയായിട്ടുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രമുഖ പണ്ഡിതനായിരിക്കുന്ന അൽ തബരിയാണ്. ഓക്കെ, അൽ തബരി ഉസ്മാനി കോഡെക്സില് ഒരു ഹർഫ് മാത്രമേ സംരക്ഷിച്ചുള്ളൂ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ നിങ്ങൾക്കറിയാലോ, ഈ ഇസ്ലാമില് തബരീനെ തള്ളിയപ്പൻ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞ മാരക കോമഡി. അതുകൊണ്ട് ഈ തബരീനെ തള്ളാനും പറ്റില്ല. തബരി വാസ്തവത്തിൽ ഇസ്ലാമില്, ഞാൻ പലപ്പോഴും പറയുന്നത്, തബരി എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഒരു അച്ചായനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ ജാതി പണികളാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇസ്ലാമിന്റെ സകല തള്ളും പൊളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ഈ തബരി. അപ്പൊ തബരി എന്താ പറഞ്ഞത്? ഉസ്മാനി കോഡെക്സിൽ ഒരു ഹർഫ് മാത്രമേ സംരക്ഷിച്ചുള്ളൂ എന്നാണ് തബരിയുടെ വാദം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇബ്നു മുജാഹിദ് 324 AH, അതായത് ഇസ്ലാമിക വർഷത്തിൽ 7 വായനകൾ തിരഞ്ഞെടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരുടെ വാദം നമ്മൾ ആദ്യം പറഞ്ഞു. എന്തായിരുന്നു ആദ്യത്തെ വാദം? ഈ വാദം ഇത് ദൈവീകമായിട്ടുള്ള ഗ്രന്ഥമാണ്, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന കാര്യമാണ്, അള്ളാഹു പറഞ്ഞു കൊടുത്തത് അതുപോലെ മുഹമ്മദ് ഏറ്റു പറഞ്ഞതാണ് അല്ലേ? പക്ഷെ ചരിത്രം എന്താണ് പറയുന്നത്? 324 ഇബിൻ മുജാഹിദ് 7 വായനകൾ തെരഞ്ഞെടുത്തു. സീ ദാറ്റ് മെക്കാനിക്കൽ ആക്ടിവിറ്റി. ഇത് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പായിരുന്നു, അതല്ലാതെ ദൈവികമായ മുത്തുവാത്തിർന്നു സംഭവിച്ചല്ല. മനസ്സിലായില്ലേ? കാരണം തന്റെ സ്വന്തം പുസ്തകത്തില് ചില വായനകളെ അദ്ദേഹം തന്നെ വിമർശിച്ചു. അതുപോലെ മറ്റുള്ള ആളുകളെ തള്ളാനുള്ള കാരണമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടതുകൊണ്ടാണ് ഈ 50 എണ്ണത്തിൽ നിന്ന് അദ്ദേഹം എണ്ണം തെരഞ്ഞെടുത്തു. ഇനി വേണ്ട, 50 എന്നുള്ള എണ്ണം എന്റെ കയ്യിൽ നിന്നാണെന്ന് നിങ്ങൾ കൂട്ടിക്കും. ഓക്കെ, കാരണം ഇതുപോലുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഈ സാധുക്കളായ മുസ്ലിങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, 7 എണ്ണം തെരഞ്ഞെടുത്തു. കാരണം ഇതിനെല്ലാം ഈ വലിയ കുഴിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ കുഴി ജനങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് കയറി ആരെങ്കിലും രക്ഷപ്പെടാൻ ഒരു സമ്മതിക്കില്ല, എങ്ങനെയെങ്കിലും കുത്തി താഴും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് പറഞ്ഞാൽ ഔട്ട്റൈറ്റ് ആയിട്ട് ഗ്രന്ഥങ്ങളെ തല്ല. അപ്പൊ ഞാനിപ്പോ 50 എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം ഞങ്ങൾ എടുക്കില്ല, നിങ്ങൾ ആ ഗ്രന്ഥം എടുക്കണ്ട. പക്ഷെ ഇബിൻ മുജാഹിദിനെ നിങ്ങൾക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഔട്ട് ഓഫ് സോ മെനി തിങ്സ്, ഐ എം നോട്ട് ഗിവിംഗ് യു എ നമ്പർ, ഔട്ട് ഓഫ് സോ മെനി റീഡിങ്സ്, സോ മെനി ഖിറാത്ത്, അല്ലെങ്കിൽ ഖിറാത്ത് എന്നുള്ളേക്കാൾ ഉപരി സോ മെനി ടൈപ്പ് ഖുറാൻ, ബേസിക്കലി അതാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഞാനിത് കേട്ടിട്ടുണ്ട്, ഈ കാര്യം സത്യമാണോ എന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചാൽ മതി, എനിക്കറിയില്ല. ഈ കാര്യം ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. നിങ്ങൾ അറബി നാട്ടില് നിങ്ങളൊരു പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ പേപ്പർ വായിക്കാം. അതായത് നിങ്ങളൊരു ഇറാഖി ആണെങ്കിൽ ആ ഇറാഖി ആക്സന്റോട് കൂടി നിങ്ങൾക്ക് ആ പേപ്പർ വായിക്കാം. നിങ്ങളൊരു സിറിയക്കാരനാണെങ്കിൽ നിങ്ങളുടെ ആ സ്ഥലത്തെ ലോക്കൽ രീതിയിൽ, കാരണം അതിൻ്റെ അകത്ത് ഈ
ചെറിയ കുനിപ്പുകളോ കാര്യങ്ങളോ അവർ ഒഴിവാക്കും. ഈ പത്രക്കാര്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരു സംഭാഷണം പറ്റി കേട്ടാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഈ ചെറിയ കുനിപ്പുകളും കാര്യങ്ങളും ഒഴിവാക്കി അത് കൊടുക്കുന്നതിന്റെ കാരണം ആ ലോക്കൽ ആയിട്ടുള്ള ഡയലക്ട്സുകളെ നമുക്ക് വായിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം 8ാം നൂറ്റാണ്ടിൽ പോലും ഈ ഡയക്രിറ്റിക് മാർക്കിങ്സ് വന്നിട്ടില്ല പൂർണ്ണമായിട്ട്. അപ്പൊ നിങ്ങൾ പറയാണ് ആർഗ്യുമെന്റ് സേക്കിന് ഞാനൊരു 70-80% കൺസണന്റൽ ഉത്മാനിക് ടെക്സ്റ്റ് പ്രിസർവ് ചെയ്തു എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ കൺസെന്റനൽ ഉത്മാനിക് ടെക്സ്റ്റ് പ്രിസർവ് ചെയ്താലും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഖിറാത്തുകൾ വേണം. എന്റെ വാദം, ഓക്കെ, ട്യൂഷൻ പിള്ളേർക്ക് വേണ്ടി പറയാണ്, എന്റെ വാദം നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് 15 മണിക്കൂർ ക്ലാസ് എടുത്തത് കൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ട് പറയാണ്, എന്റെ വാദം ഒരു 70-80% കൺസെന്റൽ ടെക്സ്റ്റ് തുല്യമായാൽ തന്നെ നിങ്ങളുടെ ഈ പ്രിസർവേഷൻ വാദം പൊളിയും. ഞാൻ നിങ്ങൾക്ക് 90%, ഒരു അക്കാഡമിക് പണ്ഡിതന്മാരും മാത്രം തരുന്നില്ല, 90% തന്നാൽ പോലും പറ്റില്ല. നിങ്ങൾക്ക് 100% വേണം. ഓക്കെ, ആർഗ്യുമെന്റിന് വേണ്ടി ഒരു 99% തന്നാൽ പറ്റുമോ? പറ്റൂല, 100% വേണം. ഇനി ഞാൻ നിങ്ങൾക്ക് 100% തരും, അങ്ങനെ ഒരു സ്റ്റഡിയും ഇല്ല, ഒരൊറ്റ സ്റ്റഡി ഇല്ല. ഇസ്ലാമിന്റെ ചരിത്രം നോക്കിയാൽ കൺസനന്റ് അല്ലെങ്കിൽ റസം 100% സേവ എന്ന് പറയുന്ന ഒറ്റ പണ്ഡിതനില്ല, ഒറ്റ പണ്ഡിതൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനുസ്ക്രിപ്റ്റ്. നിങ്ങൾ ഏറ്റവും വലുതായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റിൽ പോലും 100% ആക്യുറസി നിങ്ങൾക്ക് കിട്ടൂല. ദർ ആർ വേരിയൻസ്. ഓക്കെ, ദർ ആർ വേരിയൻസ്. അതിന്റെ സനയുടെ ഓവർലോഡിലോട്ട് പോയാൽ തീർന്നു. അപ്പോ അങ്ങനെ ഒരു കൺസണന്റൽ ക്ലെയിം പോലും നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ആർഗ്യുമെന്റ് സേക്കിന് 100 തന്നാൽ പോലും നിങ്ങളുടെ ക്ലെയിം വർക്കാവില്ല. അതിന്റെ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് കൺസണന്റ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ സേവ് ചെയ്താൽ പോരാ, നിങ്ങളുടെ ഖിറാത്തുകളും പ്രിസർവ്ഡ് ആയിരിക്കും. ആ ഖിറാത്തുകൾ പ്രിസർവ് അല്ല എന്നുള്ളത് ഇന്ന് ജനറലി പണ്ഡിത ലോകം അംഗീകരിച്ചിട്ടുള്ള കാര്യം. മനസ്സിലായോ? അപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാം തുല്യമായിട്ട് ദൈവികമാണ്. എന്തൊക്കെയാണ് ദൈവികമാണെന്നത്? റസം ആൻഡ് ഖിറാത്ത് അല്ലെ? റസം എന്ന് പറഞ്ഞാൽ ആ എഴുത്തുകൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അക്ഷരങ്ങൾ അല്ലെ? ഇനിയിപ്പോ ഇതിന്റെയൊക്കെ കറക്റ്റ് വാക്കാണോ എനിക്കറിയില്ല. അതായത് ലെറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് റീഡിങ്സ്. നമ്മളിപ്പോ ഇബ്നു മുജാഹിദ് എന്നിപ്പോ എന്റെ ഫ്രണ്ടിൽ ഒരു എഴുത്തുണ്ടെങ്കിൽ ഞാനത് വായിക്കുന്നത് മലയാളി വായിക്കുന്ന പോലെ ഇരിക്കും. അതേ സമയത്ത് ഇതേ മലയാളം ഒരു തമിഴൻ വായിക്കോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരൻ വായിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് വരുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരുടെ ക്ലെയിം ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്, അവർക്കറിയാം. അതായത് ഈ അക്ഷരവും എഴുത്തും അല്ലെങ്കിൽ വായനയും രണ്ടാണ്. ഇത് രണ്ടും പ്രിസർവ്ഡ് ആണെന്നാണ് ഇവരുടെ വാദം. മനസ്സിലായോ? എഴുത്തും വായനയും പ്രിസർവ്ഡ് ആണ്. അപ്പൊ എഴുത്ത് പ്രിസർവ്ഡ് അല്ല എന്ന് ഓൾറെഡി നമ്മുടെ അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ സംവിധായകൻ, എന്റെ ഭാഷ പറഞ്ഞ സംവാദം, എന്തായാലും ആവട്ടെ, അത് എതിർ സംവാദകൻ പറഞ്ഞു എഴുത്ത് പ്രിസർവ്ഡേ അല്ല. അങ്ങനെ വാദം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന് വാദമില്ലെങ്കിൽ അദ്ദേഹം മെയിൻ ലൈൻ ഇസ്ലാമിക് ആർഗ്യുമെന്റ്സിൽ നിന്ന് പുറത്തായി, സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നരേറ്റീവ്സിനിൽ നിന്ന് പുറത്താണ്. അത് വേറെ കാര്യം, പോട്ടെ, അത് അറിവില്ലായ്മ ഒരു കുറ്റമല്ല. പക്ഷേ ഈ വായന എന്തുമല്ല സ്റ്റാൻഡേർഡൈസ് അല്ല. ഇറ്റ് ഹാപ്പൻ ബൈ മെക്കാനിക്കൽ മീൻ. ആദ്യകാല പണ്ഡിതന്മാരുടെ ഇജ്തിഹാദ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായ ഒരു കൺക്ലൂഷൻ, തീരുമാനം വഴിയാണ് തബരി പറഞ്ഞത് വായനകളെ വ്യാകരണവും ഇജ്തിഹാദും വഴിയാണ് വിലയിരുത്തിയത്. ഇത് തന്നെ
അതായത് എങ്ങനെയാണ് ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തത്? ഗ്രാമറും ഇജ്തിഹാദും പണ്ഡിതാഭിപ്രായങ്ങളെ കൂട്ടിച്ചേർത്താണ് അവർ തീരുമാനിച്ചത്. അല്ലാതെ അതിനകത്തൊരു നിങ്ങൾ ഈ പറഞ്ഞ മുത്തുവാത്തിർ എന്ന് പറഞ്ഞൊരു ക്ലെയിം അതിലില്ല. അപ്പൊ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഇറ്റ് ഈസ് നോട്ട് ഡിവൈൻ ബട്ട് ഹ്യൂമൻ. ഇറ്റ് ഈസ് നോട്ട് എ ഡിവൈൻ ചോയ്സ്, ഇറ്റ്സ് എ ഹ്യൂമൻ ചോയ്സ്. 324 ഈ വായന തെരഞ്ഞെടുത്തത് മുത്തുവാത്തിറായ തീരുമാനമല്ല, ഇത് ഹ്യൂമൻ തീരുമാനമാണ്. അതിനുള്ള കാരണം എന്തൊക്കെയാണ്? കാരണം എന്ന് പറയുന്നത് ഇജ്തിഹാദും പണ്ഡിതന്മാരുടെ തീരുമാനാഭിപ്രായവും വ്യാകരണവും. ഓക്കെ, 11ാം നൂറ്റാണ്ടിന് ശേഷമാണ് കുറച്ചെങ്കിലും ഈ കാനോനിക്കൽ വായനകളെല്ലാം തുല്യവും ദൈവികവുമാണെന്നുള്ള വീക്ഷണം വന്നു തുടങ്ങിയത്. മനസ്സിലാവുന്നുണ്ടോ? 11ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ കാനോനിക്കൽ വായനകൾ തുല്യമായിട്ട് ദൈവികമാണെന്നുള്ള വീക്ഷണം വന്നു തുടങ്ങിയത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസമിനെ പറ്റിയോ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ പറ്റിയോ അല്ല, വായനകളെ പറ്റിയാണ് പറയുന്നത്. അതായത് എല്ലാ അന്ന് നമുക്കറിയാലോ, ഈ മുഹമ്മദിന്റെ സമയത്ത് അല്ലെങ്കിൽ ഉസ്മാന്റെ സമയത്ത് അദ്ദേഹം 5 ഗ്രന്ഥം അല്ലെങ്കിൽ 5 കോപ്പി ഉണ്ടാക്കി 5 പേരെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തരം വായനയാണ്, അല്ലാണ്ട് 10 തരം വായനയല്ല. അപ്പൊ അവിടെ ഉള്ളത് ഒരു തരം വായനയാണ്, അല്ലാതെ 10 തരം വായനയല്ല. മരിയൻ വാൻപുട്ടൻ പറയുന്നത് ഖുറാനിക് അറബി ഭാഷയും വായനകളും കാലക്രമേണ വികസിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് ഇബ്ൻ ദാവൂദിന്റെ എഴുത്തുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് വ്യത്യസ്തമായ പല കോഡക്സുകൾ ശേഖരിച്ച് കത്തിച്ച് ഉണ്ടായിരുന്ന വൈവിധ്യം പരിഹരിക്കാൻ ഉസ്മാൻ ശ്രമിച്ചുവെങ്കിലും, ഹഫ്സയുടെ കോഡക്സ് കത്തിച്ചുവെങ്കിലും, നൂറുകണക്കിന് ആൾക്കാരെ പിടിച്ച് അടിച്ചുവെങ്കിലും, പേടിപ്പിച്ചുവെങ്കിലും, തടവിലാക്കിയെങ്കിലും, ചിലരെയെല്ലാം കൊന്നുവെങ്കിലും 11ാം നൂറ്റാണ്ടിൽ വരുമ്പോഴും നമുക്ക് ഈ വെറൈറ്റി സാധനം കാണാൻ പറ്റും. അതായത് പൂർണ്ണ സന്ദേശം അല്ലെങ്കിൽ നബിയുടെ പ്രവാചകന്റെ പൂർണ്ണ സന്ദേശം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള അവകാശവാദത്തെ ഇവർ ഖുറാൻ കത്തിച്ചോ തന്നെ ഇവര് തന്നെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉസ്മാന്റെ റസം പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു, അങ്ങനെ ഒരു വാദം ആധുനിക സ്കോളർഷിപ്പിന് ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു വാദം ആധുനിക ഉസ്മാനിക് റസം സംരക്ഷിക്കപ്പെട്ടു എന്നൊരു വാദം അല്ലെങ്കിൽ ഒരു പൂർണ്ണ സന്ദേശം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള വാദം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പറ്റില്ല. കാരണം ഇനി ഉസ്മാനിക് റസം 100% സേവ് ചെയ്താൽ കൂടെ അത് മുഹമ്മദിന്റെ പൂർണ്ണ സന്ദേശം ആകുന്നില്ല. കാരണം എന്താണ്? അതിനു മുമ്പേ അത് നശിപ്പിക്കപ്പെട്ടു. നമ്മൾ ആദ്യം പറഞ്ഞു. എന്തൊക്കെയാണ് അതിന്റെ തെളിവാണ്? മുൻപുണ്ടായിരുന്ന കൃതികൾ കത്തിച്ചത്, മുമ്പുണ്ടായിരുന്ന പണ്ഡിതന്മാരെ തള്ളിയത്, മുമ്പുണ്ടായിരുന്ന പല ആളുകൾ അവർ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ചിലത് കാണാതെ പോയി, ചിലത് അങ്ങനെ പോയി, ഇങ്ങനെ നമ്മളതൊക്കെ വളരെ വലിയ രീതിയിൽ ക്ലാസ് എടുത്താണ്. അപ്പോ റസം വേഴ്സസ് കംപ്ലീറ്റ് മെസ്സേജ്, ഒരു പൂർണ്ണമായ പ്രവാചകന്റെ സന്ദേശം, അത് കമ്പയർ ചെയ്താൽ പോലും ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോ ഈവൻ ഈ ഉസ്മാനിക് റസം പൂർണ്ണമായിട്ട് സംരക്ഷിച്ചാൽ പോലും പ്രവാചകന്റെ പൂർണ്ണ സന്ദേശം സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്നാൽ ഈ റസമെങ്കിലും പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടോ? അതും ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞത് ഒരു 100% ഒരു ചേഞ്ചും ഇല്ലാതെ സംരക്ഷിക്കപ്പെട്ടു എന്നൊരു വാദം ഒരു അക്കാഡമിക് സർക്കിളിൽ നിന്ന് കിട്ടില്ല. വി ക്യാൻ സേ ഒരു ആവറേജ് ഒരു എന്താ പറയുക, നമുക്ക് ഒരു പരിധി വരെ ഒരു നല്ലൊരു ശതമാനം സംരക്ഷിക്കപ്പെട്ടു. നമുക്ക് ഇപ്പൊ ബെർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റോ. സോ ഐ എം നോട്ട് അഗെയിൻസ്റ്റ്, ബേസിക്കലി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഞാൻ സ്കോളർഷിപ്പിന് എതിരല്ല. കാരണം നിങ്ങൾക്ക് ബെർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനം എടുത്താൽ പോലും, പെർസെന്റേജ് എടുത്താൽ, ആ 2 കഷ്ണ പേപ്പറിലുള്ള വ്യത്യാസത്തെ നിങ്ങൾ പിന്നെ ഉസ്മാന്റെ മൊത്തം ചാപ്റ്റർ ആയത്തുകളിലോട്ട് നിങ്ങൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഓഫ് എറേഴ്സ്, മിസ്സിംഗ് വേഴ്സസ് എല്ലാം വളരെ ഹ്യൂജ് ആയിരിക്കും. അതുകൊണ്ട് ഇനി റസം സംരക്ഷിക്കപ്പെട്ടതാണ് അങ്ങനെ വാദം ഇല്ല, ആധുനിക സ്കോളർഷിപ്പിന് ഇല്ല.
അങ്ങനെ ആണെങ്കിൽ പോലും മുഹമ്മദിന്റെ പൂർണ്ണ സന്ദേശം കിട്ടിയില്ല. പക്ഷെ ഇനി ഈ റസം എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിൽക്കില്ല. റസത്തിന് കിറാത്ത് വേണം, വായനയും വേണം. കാരണം ബാക്കിയുള്ള ഏത് ഇപ്പൊ ഗ്രീക്കിൽ ഇപ്പൊ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താണ് കൊയിനോനി അല്ലെങ്കിൽ ഗ്രീക്കിൽ എന്ന് പറയും, നമുക്ക് അത് എഴുത്തുഭാഷയിലുള്ള ഗ്രീക്കിലാണ്. എന്നാൽ ഈ ഇസ്ലാമിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറബി ഭാഷ വികസിക്കുന്നതിന് മുമ്പാണ് ഇവരുടെ ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ ഈ പറഞ്ഞ വവൽസ് അല്ലെങ്കിൽ വവൽ സൗണ്ട്സ് അതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ രസം ഉണ്ടെങ്കിൽ പോലും ഈ മെസ്സേജ് കംപ്ലീറ്റ് പാസ് ചെയ്യാൻ പറ്റില്ല ഒരു തലമുറയിൽ നിന്ന് വേറെ തലമുറ. അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ആളുകളെ വിടുന്നത്. ഈ ആളുകളെ വിടുന്നത് പല സ്ഥലത്തും പല സമയത്തും ഇപ്പൊ നിങ്ങൾ എൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 9-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ സമയം വരുമ്പോ പല ഈ വായനാ രീതികൾ അല്ലെങ്കിൽ ഈ ചൊല്ലലും ചൊലുത്തും ഒക്കെ സംരക്ഷിക്കപ്പെട്ടത് ഒരാളോ രണ്ടോ, അത് മുത്തുവാത്തിറാണെന്ന് അതാണ് മെയിൻ ക്ലെയിം. മുത്തുവാത്തിറാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു ഡോട്ട് പോലും മാറിയിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു അക്ഷരമോ ഒരു വാക്കോ വായിക്കുമ്പോൾ നീട്ടിയെടുത്താൽ വേറെ അർത്ഥം, കുറുക്കിയെടുത്താൽ വേറെ, അങ്ങനത്തെ ഒരു ഭാഷയാണ് അറബി. അപ്പൊ ഈ രസം എന്നുള്ള ഈ സാധനം വെച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല. വായിക്കണമെങ്കിൽ വായിക്കാൻ അറിയാവുന്ന ആള് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ആള് ഒന്ന് വായിക്കണം. ഇങ്ങനെയുള്ള ഈ അംഗീകരിക്കപ്പെട്ട ആള് ഈ 9-ാം നൂറ്റാണ്ടിന്റെ അടുത്തൊക്കെ എണ്ണം പറഞ്ഞ ആളുകളെ, അതായത് അത് മുത്തുവാത്തിറാണെന്നുള്ള വാദം സ്ഥാപിക്കാൻ പറ്റില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഷാഡി നാസറിനെ തള്ളാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ഈ ഷാഡി നാസർ എന്താണ് പറയുന്നത് എന്ന് ഞാൻ പറയാം. ഷാഡി നാസർ പറയുന്നത് ഖുറാന്റെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാദമാണ് ഏകദേശം. അതായത് ഒരു പരിധി വരെ ഇതിന്റെ രസമൊക്കെ സംരക്ഷിക്കപ്പെട്ടതാണ്. എന്നുവെച്ചാൽ ഒരു 70-80% ഒക്കെ നമുക്ക് അതിനകത്തൊരു കൺസിസ്റ്റൻസി പറയാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പൊ ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് നമ്മൾ അതേ ഡേറ്റ് എടുക്കുകയാണ്. ഞാൻ പൊതുവെ അത് നമ്മളെപ്പോഴും ഒരു കാർബൺ ഡേറ്റിംഗ് എടുക്കുമ്പോൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടോട് എടുക്കണം. അതിപ്പോ സാധാരണഗതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുത്ത് എടുത്താൽ പോലും എന്താണ് വേണ്ടത്? അപ്പോ നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അക്കാഡമി സർക്കിൾസില് രസം ഒരിക്കലും ഫുള്ളായിട്ട് പ്രിസർവ് ചെയ്തു എന്ന് അവകാശവാദം ഇല്ല. ഞാൻ ആ വാദത്തിന്റെ കൂടെ. മനസ്സിലായല്ലോ? അക്കാഡമി സർക്കിളില് ഈ രസം 100% പ്രിസർവ് ചെയ്തു എന്ന വാദം ഇല്ല. മോർ ഓർ ലെസ് മെസ്സേജ് മൈസ്റ്റ് ബീൻ പാസ്ഡ്, അത് അവർ അംഗീകരിക്കുന്നു. പക്ഷേ അക്കാഡമി സർക്കിളിൽ യുനാനിമസ് ആയിട്ട് ഒരു കാര്യം പറയും, ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് കിറാത്തിൽ നടന്നത്. അത് മതി. കാരണം കിറാത്ത് അനുസരിച്ചിട്ടാണ് അറബി വാക്കുകളുടെ അർത്ഥം. ഇപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം ബറായ എന്ന് പറഞ്ഞൊരു വാക്ക്, ബറായ എന്നുള്ള നീട്ടി പറഞ്ഞാൽ കുറുക്കി പറഞ്ഞാൽ രണ്ടർത്ഥം. മനസ്സിലായോ? ഒന്നുള്ളതും മൂന്നിൽ കൂടുതലെന്ന് മനസ്സിലാക്കാനും കേവലം ഒരു കുനിപ്പ് മതിയാവും. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കിറാത്തുകൾ സംരക്ഷിക്കപ്പെട്ടതല്ല എങ്കിൽ ഇസ്ലാമിന്റെ മെസ്സേജ്, പൂർണ്ണ സന്ദേശം, പ്രവാചകന്റെ പൂർണ്ണ സന്ദേശം കൊടുക്കാൻ സാധിക്കില്ല. ഞാനിത്, നിങ്ങൾക്ക് അറബി അറിയാവുന്ന ആളാണ്, അപ്പൊ നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിത് വായിച്ച് മനസ്സിലാക്കിയാണ്. മനസ്സിലായോ? ഇപ്പൊ നമുക്കിപ്പോ മലയാളത്തിൽ അങ്ങനെ ധാരാളം വാക്കുകൾ കിട്ടും. ഞാനിപ്പോ എന്റെ ഓർമ്മയിലോട്ട് വരുന്നത് തന്നെയല്ല, ഇപ്പൊ അതിന് നാനാർത്ഥങ്ങൾ പലതുണ്ടോ. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്, അല്ലെങ്കിൽ ആ വാക്കിന്റെ യഥാർത്ഥത്തിൽ പ്രവാചകൻ പറഞ്ഞ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കാനനൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് വേണം. ആ റീഡിങ് മുത്തുവാത്തിർ അല്ല എന്നുള്ളതാണ് നമ്മുടെ വാദം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നഷ്ടപ്പെട്ടത് എവിടെയാണ്? ഒന്ന്, നമുക്ക് ആദ്യമേ നഷ്ടപ്പെട്ടു ഫസ്റ്റ് കോപ്പി, അതായത് കോപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് നഷ്ടപ്പെട്ടു. ഹഫ്സയുടെ കയ്യിൽ അവസാനം എത്തപ്പെട്ട കോപ്പി ഉണ്ടാക്കിയപ്പോൾ, അതായത് ആദ്യത്തെ കമ്പൈലേഷനിൽ കുറച്ച് നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ കമ്പൈലേഷനിൽ കുറച്ച് നഷ്ടപ്പെട്ടു. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തബരി പറയുന്നത് 7 രീതികൾ, അതായത് ഖിറാത്തുകളിൽ കേവലം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ബാക്കി 6 എണ്ണം നഷ്ടപ്പെട്ടു.
ആ കാര്യത്തിലോട്ട് ഞാൻ പിന്നീട് വരാമെന്ന് വിചാരിക്കണം. അവിടെ സെമി കോളം നിർത്താം. അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. പിന്നീട് അതിനുശേഷം നമുക്ക് അറിയാവുന്ന പോലെ ഇബിൻ മുജാഹിദിന്റെ കാലത്ത് അദ്ദേഹം ധാരാളം വായനകളിൽ നിന്ന് ഏഴെണ്ണം തിരഞ്ഞെടുത്തു, അവിടെയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അൽജാസറിയുടെ കാലത്ത് അദ്ദേഹം 7 എന്നുള്ളത് 10 ആക്കി. അപ്പൊ ഇവിടെ എല്ലാം അർത്ഥം, വാക്കുകൾ ഇതെല്ലാം നഷ്ടം. ഞാൻ പറയുന്നത് ഒന്നും കൂടെ പറയാം, റസമില് മേ ബി ഒരു 70-80% നമുക്ക് മേ ബി പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എത്രയോ അർത്ഥവ്യത്യാസങ്ങളും അഡീഷൻസും സബ്സ്ട്രാക്ഷൻസും കാണിച്ചു. ഒരു സ്കെലിട്ടൺ വി ക്യാൻ ആർഗ്യൂ ഇസ് ബീൻ പ്രിസർവ്ഡ്. അതിൻ്റെ അകത്ത് ധാരാളം ആയത്തുകൾ കാണാനില്ല. ഇതൊക്കെ വേറെ കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, റസം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണാർത്ഥത്തില്. ഖിറാത്തുകൾ എന്ന് പറഞ്ഞ സാധനം ഓവർ ദി ഇയേഴ്സ് മെക്കാനിക്കൽ പ്രോസസ് വഴി റാൻഡമായിട്ട് ഏത് ബുക്ക് സംരക്ഷിക്കുന്നത് പോലെ മാത്രമേ സംരക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിവൈൻ പ്രിസർവേഷൻ ഉണ്ടായിട്ടില്ല. ബോട്ടം ലൈൻ, വി ക്യാൻ ആർഗ്യൂ അറ്റ്ലീസ്റ്റ് ഫോർ എ റീസണബിൾ ആക്യുറസി. അതായത് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ അല്ല, ഒരു റീസണബിൾ ആക്യുറസി, ഒരു 70-80% നമുക്ക് ചെയ്യാം. പക്ഷെ നബി പഠിപ്പിച്ച പൂർണ്ണ സന്ദേശം, വിച്ച് ഈസ് ടെക്സ്റ്റ്, റിസിറ്റേഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ്, പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. തുടങ്ങിയപ്പോൾ ഇവരെവിടെയായിരുന്നു? നമ്മുടെ ക്ലബ് ഹൗസുകളില്, നമ്മുടെ മദ്രസകളില്, നമ്മുടെ പൊതുസ്ഥലത്ത് മതം മാറ്റുമ്പോൾ അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഡോട്ട് പോലും മാറിയിട്ടില്ല, കുത്തും കോമയും മാറിയിട്ടില്ല എന്ന് പറഞ്ഞത് പൂർണ്ണ സന്ദേശത്തിന് ബാധകമല്ല. അതായത് വായനകളുടെ ട്രാൻസ്മിഷനില് ഹ്യൂമൻ എലമെന്റ്സ് ഉണ്ട്. തവാത്ത്, അതായത് മുത്തുവാത്തർ എന്ന് പറയുന്ന വാദം ആദ്യകാലത്തെ പണ്ഡിതന്മാരുടെ എഴുത്തുകളുമായിട്ടും തെളിവുകളുമായിട്ടും പൊരുത്തപ്പെടുന്നില്ല. ഞാൻ ആദ്യം വായിച്ചതാണ് വാൻപുട്ടന്റെ കൺക്ലൂഷൻ അനുസരിച്ചിട്ട് ടെക്സ്റ്റും വായനകളും വികസനത്തിന്റെ അല്ലെങ്കിൽ തുറന്നു വരുന്ന സ്റ്റാൻഡർഡൈസേഷന്റെ ഫലമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹംസ ഉണ്ടായത് 8-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഞാൻ ഈ വിഷയം കേട്ടു പഠിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പല ആൾക്കാരും പറഞ്ഞു വളരെ കറക്റ്റാണ്. ഇതിപ്പോ നമ്മൾ അക്ഷരം വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് അറബി അറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ ഇന്നിപ്പോ മൂമിനീൻ മൂമിനീൻ എന്ന് പറയുന്നതും പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ആ വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് വാൻപുട്ടൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും വാൻപുട്ടൻ എങ്ങനെയാണ് ഈ ഹംസ പിന്നീട് വന്നതാണെന്ന് തെളിയിക്കുന്ന ആ പ്രോസസ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അദ്ദേഹത്തിന്റെ എഴുത്തുണ്ട്, ഞാനിപ്പോ അത് നോക്കിയിട്ട് കാണുന്നില്ല. അത് പറയുന്നത് ഇതുപോലുള്ള ഈ ഹംസ വന്നത് പിൽക്കാലത്താണ്. അപ്പോ ഈ വായന വന്നത് എങ്ങനെയാണ്? അവിടെ എഴുതിയിരിക്കുന്നത് നോക്കി വായിക്കും. ഈ മൂമിനീന്ന് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ഏതാണ് പ്രവാചകന്റെ കാലത്ത് ഒരു കാരണവശാലും ഇത് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ ഖുറാന്റെ ഔദ്യോഗിക ഇതിൻ്റെ അകത്തോട്ട് ഈ ഹംസ വന്ന് കയറിയത്? അപ്പൊ രസം സംരക്ഷിക്കപ്പെട്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, 2 പില്ലറിൽ നിൽക്കുന്ന അതാണ് ഈ ഖുറാന്റെ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു. ഒന്ന് രസം അല്ലെങ്കിൽ ലെറ്റേഴ്സ്, വേറൊന്ന് അതിന്റെ ട്രാൻസ്മിഷൻ ഖിറാത്ത്. ഇത് രണ്ടും നമുക്ക് 100% പ്രിസർവേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ വായനകളുടെ ട്രാൻസ്മിഷനിൽ എന്തുണ്ടെന്ന് നമ്മുടെ വാദം, മനുഷ്യ ഘടകങ്ങളുണ്ട്. മാത്രമല്ല ഈ മുത്തുവാത്തർ എന്നുള്ള അവകാശവാദം ആദ്യകാല തെളിവുകളുമായിട്ട്, ഇവരുടെ സ്റ്റാൻഡേർഡ് എഴുത്തുകളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇത് ഒരു തള്ളലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ടെക്സ്റ്റും വായനകളും വികസനത്തിന്റെയും പിൽക്കാലത്ത് വന്ന സ്റ്റാൻഡർഡൈസേഷന്റെയും ഭാഗമാണ്. ഔദ്യോഗിക നിലപാട്, ഫോർ എക്സാമ്പിൾ തബരിയുടെ നിലപാട് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ഹർഫ് മാത്രമേ സംരക്ഷിച്ചുള്ളൂ, മറ്റുള്ളവ ഉപേക്ഷിക്കപ്പെട്ടു. ഇബൻ മുജാഹിദ് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നത് മാനുഷികമായ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് 7 വായനകൾ തിരഞ്ഞെടുത്തു. അദ്ദേഹം ചിലതിനെ വിമർശിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അപ്പൊ വന്ന എല്ലാം ദൈവികമാണെന്ന് പറയുന്നത് ഇത് ദൈവികമായ ഒരു മുത്തുവാത്തിന്റെ ഫലമല്ല. കാരണം അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇബ്ൻ അൽ ജാസറി
ഈ മുത്തുവാത്തിർ എന്ന് ഇവർ അവകാശപ്പെടുന്ന സാധനം ഉറപ്പിക്കും. മുത്തുവാത്തിർ ആണെങ്കിൽ ഫത്വയുടെ ആവശ്യമില്ല, അത് ഉറപ്പിക്കാൻ വേണ്ടി ഫത്വ തേടേണ്ടി വന്നു. അത് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെ തേടി പിടിച്ചു, അവരെ ചില ആൾക്കാരെ പണിഷ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യകാലത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യ ഇടപെടൽ നടന്നു, കത്തിക്കൽ നടന്നു, തെരഞ്ഞെടുപ്പ് നടന്നു, അതായത് മുത്തുവാത്തിർ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ ആർഗ്യുമെന്റിന്റെ എന്താണ് പറഞ്ഞത്, ആ ഒരു ദൃഢീകരണം നടന്നത് പിന്നീട് മാത്രമാണ്. ഹഫ്സയുടെ കോഡെക്സ് പ്രിസർവ് ചെയ്യേണ്ടതിന് പകരം അത് കത്തിച്ചു. ഇനി ഉസ്മാൻ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഉസ്മാൻ ഉണ്ടാക്കിയ 5 കോപ്പികൾ ഇന്ന് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ ഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത്? പ്രവാചകന് കൊടുത്ത അതേ കാര്യം കിട്ടിയെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്? അത് ആദ്യമേ തന്നെ പോയില്ലേ? അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാർ പറഞ്ഞത്, ഞാൻ എന്തിനാണ് സയ്യിദ് ബിൻ സാബിത്തിന്റെ അല്ലെങ്കിൽ താബിത്തിന്റെ ഈ ഇത് ഖിറാത്ത് ഞാൻ എന്തിനാണ് അംഗീകരിക്കേണ്ടത്, എനിക്ക് എന്റേത് ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനത് വായിച്ചപ്പോ രസകരമായിട്ട് തോന്നി. ഒരാൾ പറയുന്നത് ഇബിൻ മസൂദിൻ്റെത്, വേറെ ആള് പിന്നെ ഇബിൻ കാബിൻ്റെത്, വേറെ ആൾക്കാർക്ക് അയാളുടെ, വേറെ ആൾക്കാർ പറഞ്ഞത് അവരെഴുത്തിൽ ഞാൻ വായിച്ചത് അത് എന്റെ അപ്പന്റെ എന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഓരോരുത്തരും അവനവന്റെ കാര്യം കൊണ്ടുവരണം. ഓരോരുത്തരും അവനവന്റെ, എന്റെ അപ്പന്റെ തന്നെ എന്റെ അപ്പന്റെ അല്ല, ആ കൊണ്ടുവന്ന ആളുടെ പിതാവിന്റെ, അതായത് ഒരു സഹാബി ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ പലതരം ഖുറാൻ. ഞാൻ അതുകൊണ്ടാണ് ഖുറാൻ ഒന്നല്ല 900 ഖുറാൻ ഉണ്ടായത്. ആ 900 ഖുറാനിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുത്തു. പണ്ട് അള്ളാഹുവിനെ തെരഞ്ഞെടുത്ത മാതിരി ഒരെണ്ണം തെരഞ്ഞെടുത്തിട്ട് ഇതാണ് എന്ന് 986 തീരുമാനിച്ചത് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ കൂട്ടത്തില് ഷാദാക്കിനെ പറ്റി പറഞ്ഞു. ഈ പല വായനകളും, അതായത് യഥാർത്ഥത്തിൽ പ്രവാചകനിലോട്ട് എത്തുന്ന ഗ്രാമാറ്റിക്കൽ പ്രശ്നമില്ലാത്ത പല വായനകളും ഷാദാക്കിന്റെ റീസൺ ഞാൻ ഒന്നും കൂടെ പറയാം, അത് ഉസ്മാനിന്റെ കോഡക്സിൽ, ഉസ്മാൻ റസത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഉപേക്ഷിക്കപ്പെട്ട, കത്തിക്കപ്പെട്ട, ഷാദാക്കപ്പെട്ട പല കാരണങ്ങളും പ്രവാചകന്റെ ആണെന്ന് പറഞ്ഞിരുന്നു. അതിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് ഖിറാത്ത് അൽ നബി എന്നുള്ളതാണ്. നബിയുടെ ഖിറാത്തുകൾ, നബിയുടെ പേരിലോട്ട് സനതുള്ള പല എഴുത്തുകളും പിന്നീട് ഔദ്യോഗികമായിട്ട് മാറ്റിക്കളഞ്ഞു. ഇത് നിങ്ങളുടെ സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നതാണ്. അതല്ലാതെ ഇവിടെ എന്താണ് ഞാൻ ബ്ലാക്ക് കളറിൽ പവർ പോയിന്റ് എഴുതിയോ, റെഡ് കളറിൽ പവർ പോയിന്റ്, എനിക്ക് ഇത്ര ടൈം നിയർ മേൽപ്പാ മനസ്സിലായി. ഞാൻ റെഡ് കളറിൽ എഴുതിയോ പറഞ്ഞപ്പോ ആൾക്കാരുടെ പേര് തരഞ്ഞു പോയി. ഇതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ ദിസ് ഈസ് എ വെരി സീരിയസ് അലിഗേഷൻ, റൈറ്റ്? ഞാൻ നിങ്ങളുടെ മോശമായിട്ട് തെറി വിളിക്കുന്നില്ല, തന്തയ്ക്ക് വിളിക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഫാക്റ്റുകൾ അവതരിപ്പിക്കുക. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇതൊരു ദാവാതന്ത്രമാണ്. ഈ പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഞാനൊരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. ഇത് പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ തുറന്നു പറയട്ടെ, ഇതെല്ലാ വായനകളും നമുക്ക് ഫിസിക്കലായിട്ട് ഇരുന്നുണ്ട്. ഈ 140 സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 100% ആക്യുറസി ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ ഇത് തന്നെയാണ് നിങ്ങളുടെ ഖുറാൻ ഡൈസ് തന്നെയാണ്. അങ്ങനെ ഒരു ആക്യുറസി നമുക്ക് ഇന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഞാൻ കഴിയുന്നത് സ്പെൽ ചെക്ക് ചെയ്യാറുണ്ട്, ചിലപ്പോൾ കൊട്ടേഷൻസ് മാറിപ്പോകാറുണ്ട്, ഇതെല്ലാം സത്യമാണ്, അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഈ കണ്ടന്റിനെ തൊടാനായിട്ട് ഒറ്റൊരുത്തനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാന്നുള്ള നൂറ്റാണ്ടുകളായിട്ടുള്ള ദാവാതന്ത്രമാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വാദം ദാവാക്കാരെ ട്യൂഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. നാളെയും പറയരുത് നിനക്കൊന്നും മനസ്സിലായില്ല. റസം പൂർണ്ണമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഖിറാത്തുകൾ പൂർണ്ണമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഖിറാത്തുകൾ മാനുഷികമായിട്ട് തിരഞ്ഞെടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ റസം തിരഞ്ഞെടുത്തപ്പോ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ആധികാരികത, ഒരു എന്താ പറയണേ, പ്രവാചകന്റെ കൂടെ നടന്ന ഖലീഫയാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ ഈ ഖിറാത്തോ, അള്ളാഹുവിന്റെ അവസാന സന്ദേശം തിരഞ്ഞെടുത്തത് 986 പറയുമ്പോഴോ നിങ്ങളുടെ തള്ളൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ സാധനം ആദ്യം മുതലേ 100% കുത്തിന് കുത്തും കോമയ്ക്ക് കോമയും പ്രിസർവ് ചെയ്യാന്നാണല്ലോ, അല്ലേ?
അപ്പൊ രസം സമ്പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. ഒരു പരിധി വരെ അവകാശപ്പെടാൻ നിങ്ങൾക്ക്, കാരണം ബെർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെ, ഒരു മേ ബി 70 to 80, വേണ്ട 90, അത് പോരല്ലോ. ഇത് അള്ളാട് സാധനമല്ലേ. 90 പോരോ, 99 മതിയോ നിങ്ങൾക്ക്? 100 വേണം. മനസ്സിലായോ? അപ്പൊ അതായത് നബിയുടെ മുഴുവൻ സന്ദേശവും ടെക്സ്റ്റ്, റെസിറ്റേഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ് സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കില്ല. നിങ്ങളുടെ തന്നെ സ്വന്തം ഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ദയവായി നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഖുറാൻ സംരക്ഷണം, പ്രിസർവേഷൻ ഓഫ് ഖുറാൻ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് കൊടുത്തു. ഇത് ഞാൻ കുറച്ച് പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഏകദേശം 10-15 മണിക്കൂർ ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ ഉസ്മാനിക രസം സ്ഥിരമല്ല. ഓക്കെ, ഉസ്മാനിക രസം സ്ഥിരമാണെങ്കിൽ കൂടെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുത്തുവാച്ചറായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നിങ്ങളുടെ ഇന്ന് കയ്യിലുള്ള കിറാത്തുകൾ, ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വായന. അദ്ദേഹം ഇവിടെ ഡിബേറ്റിൽ പറഞ്ഞാണ് എന്താണ്, ഖുറാൻ വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ പ്രിസർവ്ഡ് ആണെന്ന് പറയുന്നില്ല. അത് തന്നെയാണ് സത്യം, ഞാൻ അത് അംഗീകരിക്കുന്നു. അവരാകപ്പാടെ പറഞ്ഞ എന്താണ്, കിറാത്തുകൾ അല്ലെങ്കിൽ ആ വായനകൾ അല്ലെങ്കിൽ ആ നബിക്ക് അവതരിപ്പിക്കപ്പെട്ടത് കേൾവിയാലാണ്. അപ്പൊ ആ കേൾവി അല്ലെങ്കിൽ ആ ചൊല്ലുത്തൽ, ഓത്ത്, അത് സംരക്ഷിക്കപ്പെട്ടാണെന്ന് പറയാൻ പറ്റുമോ? അതും കഴിയില്ല. ബോട്ടം ലൈൻ, നബിയുടെ മുഴുവൻ സന്ദേശവും പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടു എന്ന അവകാശവാദം നിങ്ങളുടെ സ്വന്തം സ്രോതസ്സുകൾക്ക് മുമ്പിൽ, സോഴ്സിന് മുമ്പിൽ നിലനിൽക്കുന്നില്ല. ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കളോട് എന്റെ ചോദ്യം, നബി പഠിപ്പിച്ച പൂർണ്ണ സന്ദേശം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. ഉസ്മാനിക് രസം ഒരു പരിധി വരെ, ഒരു 70, 80, 90% വേണമെങ്കിൽ സംരക്ഷിക്കപ്പെട്ടു നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ നിങ്ങൾക്ക് 90% കൊണ്ട് പോരാ സുഹൃത്തെ, നിങ്ങൾക്ക് 100% വേണം. ഖിറാത്തുകൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങളുടെ ആ ഖിറാത്തുകൾ സംരക്ഷിച്ച ആള് പോലും പറയുന്നില്ല. നേരെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. മനസ്സിലായോ? അവിടെയാണ് ട്യൂഷൻ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെയാണ് നമ്മള് സ്കോളേഴ്സ് തബരി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തബരി ചില എഴുത്തുകളെ സ്വീകരിക്കുന്ന, ഖുറാനിന്റെ എഴുത്തുകളെ സ്വീകരിക്കുന്നത് ദേ ആർ പ്രിഫറൻഷ്യൽ റാദർ ദാൻ ഓൾ ദേ ആർ ഈക്വലി ഡിവൈൻ എന്നുള്ളതാണ്. ഇബിൻ മുജാഹിദ് നമ്മുടെ ഇന്നത്തെ മോഡേൺ പോപ്പുലർ ക്ലെയിംസിനെ തള്ളിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ പ്രിസർവേഷൻ ഓഫ് ദ ഖിറാത്തിൽ they never claim an unchanged preservation in every detail. The Muslim response എന്താണ്, ദാവാ ഗ്യാങ്ങൾ എന്താണ് ചെയ്യുന്നത്? They typically argue this fit with traditional framework. No. ഇവര് ഖുറാനിലെ വ്യതിയാനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പിൽക്കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു പ്രസ്ഥാനമാണ് വാസ്തവത്തില് ഈ 7 ആറൂഫിന്റെ അകത്തിട്ട് ഇതിനെല്ലാം തള്ളിയിടുന്നത്. ഒരു ഗ്യാപ്പാണ്, ഒരു ഓട്ടയാണ് ഈ 7 ആറൂഫ് എന്ന് പറഞ്ഞാൽ. ഒരു വ്യത്യസ്തമായ എഴുത്തോ വ്യത്യസ്തമായ എന്തെങ്കിലും ഖുറാനോ കണ്ടാൽ ഒരൊറ്റ തള്ളാണ്, നേരെ അതിൻ്റെ അകത്ത് എടുക്കും. മനസ്സിലായോ? ഇത് ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരാളാണ്. അതായത് ഈ ഇസ്ലാമിന്റെ ഈ തരികിട ശക്തമായിട്ട് വെളിപ്പെടുത്തിയ 920 പേജാണ് ഈ വിഷയത്തെ പറ്റി ഈ നാസർ ഇതിനെ പറ്റി വിശദീകരിച്ചത്. 920 പേജസ്. ഷിഹാബ് അൽ സുഹരി എന്ന് പറഞ്ഞ ഒരാളുടെ കാലത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഇങ്ങനെ അൽ സുബൈർ എന്ന് പറഞ്ഞ ഒരാളുടെ കാലത്താണ് ഈ ചെയിൻ കാര്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ഈ ഒരു എന്താ പറഞ്ഞ ആർഗ്യുമെന്റ് ശക്തമായിട്ട് ബലപ്പെട്ടത്. അപ്പോ ആധുനിക കാലത്ത് ഈ ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ they are applying a selective or inconsistent narrative criticism. അങ്ങനെയുള്ള
ആളുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ഇത് ഇവരുടെ തന്നെ ഒരു രീതിയാണ്. ഇപ്പൊ ഈ ഹദീസുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ചില ആൾക്കാരുടെ പേര് വന്നിട്ടുണ്ട്, അപ്പൊ തന്നെ അത് ആ ഹദീസ് അതിന്റെ വില പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് വാസ്തവത്തിൽ ഇവിടെ ഖുർആൻ പറയുന്നത്. അതാണ് അസീം. ഓക്കെ, അപ്പൊ ഇതിനെതിരെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ നാസർ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഫരീദ് എന്ന് പറഞ്ഞ, ഇപ്പൊ എനിക്ക് ഇന്ന് രാവിലെ നമ്മുടെ നിസു സാറ്, നമ്മളിപ്പോ ആരായാലും ഇപ്പൊ നിസുവിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ എനിക്കൊരു മെസ്സേജ് എനിക്ക് എന്റെ പേഴ്സണൽ മെസ്സേജിൽ അയച്ചു, ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് കേട്ടു. ഒരു സാധുവായ ഒരു ദാവാക്കാരനാണ്. അപ്പൊ നമ്മുടെ നിസുവിന്റെ ഒക്കെ മാതിരി തന്നെയുള്ള ഒരു ദാവാക്കാരനാണ്. അപ്പൊ ഈ ഹാർവാർഡ് പ്രൊഫസർ ഡോക്ടർ നാസറിനെതിരെ മറുപടി കൊടുക്കുന്ന ഒരു ആവറേജ് ദാവാക്കാരനാണ്. ഒറ്റ ഒരുത്തൻ, ഒരു പണ്ഡിതന് ഇതിനെതിരെ ഒരു കാര്യം പറയാൻ പറ്റില്ല. ഈ പാവം പിടിച്ചവൻ പോകും. ഇത് എപ്പോഴും ഇതാണ്, പണ്ഡിതന്മാർ ഒളിവിലാണ്. ഞാനത് തമാശ പറഞ്ഞില്ല, എനിക്ക് സങ്കടം തോന്നി. അപ്പൊ ആ ഓലക്കീറിന്റെ ഇടയിലാണ് നമ്മുടെ നിസുവിനെ പോലുള്ള ആൾക്കാർ പോയി നിന്നിട്ട്, നോക്കൂ 900 പേജുള്ള ഒരു ഗ്രന്ഥത്തിന് മറുപടി. ഞാൻ ഏതായാലും അതിനെ ഒന്ന് പഠിച്ച് എന്താണ് ഈ അദ്ദേഹം പറയുന്നത് എന്നുള്ള കാര്യം, ഫരീദ് എന്താണ് പഠിപ്പിച്ചത് എന്ന് ഞാൻ വായിച്ചു. ഈ ഫരീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഈ മുഹമ്മദ് ഈസയുടെ മാതിരിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ എം അക്ബറിന്റെ മാതിരിയൊക്കെ ഉള്ള ഒരു സാധാരണ ഒരാളാണ്. അതായത് ഇറ്റ് ഈസ് ഫോർ ഹിം ഇറ്റ് ഈസ് ടു ഹാർഡ് ടു ഹാൻഡിൽ. അദ്ദേഹം പറഞ്ഞത്, ഫരീദ് പറഞ്ഞത്, നാസർ സെലക്റ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സെലക്റ്റീവ് ആയിട്ടുള്ള ആസിമിന് കിട്ടിയ സെലക്റ്റീവിന്റെ ആവശ്യമില്ല ഹദീത്തില്. മനസ്സിലായോ? ആസിമ് ഈ സാധനത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് പുള്ളിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒരു ഇഷ്ടം പോലെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഈ മുത്തുവാത്തർ എന്ന് പറഞ്ഞ സാധനം വിലപ്പോകില്ല എന്നുള്ളത് സ്റ്റാൻഡേർഡ് അക്സെപ്റ്റൻസ് ആണെന്ന് ഇപ്പൊ നാസർ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനു മുമ്പ് പറഞ്ഞ ഒരാള് സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നരേറ്റീവ്സ് ഹാസ് ഹോൾസ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞില്ലേ? അത് ചുമ്മാ പറഞ്ഞല്ല, അത് ഇതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉള്ള ഹദീസ് വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇതെല്ലാം ഈ ഒരാൾ മാത്രം ഇതിന്റെ ഈ പറഞ്ഞില്ലേ, ഒരു 7000 ഹദീസിൽ ഈ ഒരാള് ക്രെഡിബിൾ ആണോ ഇല്ലയോ എന്ന് നമ്മൾ വേറെ എവിടെയോ ജീവിച്ചിരുന്ന ഒരാളുടെ പണ്ഡിത അഭിപ്രായം എടുക്കണം. ഇറ്റ് ഈസ് എ ചൈൽഡ്സ് പ്ലേ ബേസിക്കലി. എനിവേ, അപ്പൊ അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് ടു ഹാർഡ് ഫോർ യു ടു ഹാൻഡിൽ നിസു. നിങ്ങളെ കൊണ്ട് കൂട്ടിയേ കൂടുതലില്ല. ഇപ്പൊ നാസറിനൊക്കെ മറുപടി പറയാൻ പറ്റിയ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ചില എപ്പോഴും ഈ പാണ്ഡിലോരുടെ മുമ്പിൽ തവള വന്നിരിക്കുന്നത്. ഞാൻ ഏതായാലും വായിച്ചു നിസുവിന്റെ ഒരു സ്നേഹത്തിന്റെ പ്രകടനമുണ്ട്. കാരണം നമ്മളൊരു കരച്ചിൽ പോലെ എനിക്ക് തോന്നി. എന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇയാളുടെ ഫരീദിന്റെ ആർഗ്യുമെന്റ്, ഇയാൾ വെറും ദാവക്കാരനാണ് ഞാൻ പറഞ്ഞു. ആകെ ഒരു ക്രെഡൻഷ്യലും ഇല്ല, ഒരു അക്കാഡമിക് പേപ്പർ എഴുതിയതല്ല, ഒരു ബ്ലോഗ്. മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പോ എനിക്കും എഴുതാമല്ലോ, ഞാൻ എഴുതുന്ന പോലെയൊക്കെ ഉള്ളൂ. ഞാനൊരു റിബട്ടൽ എഴുതി കഴിഞ്ഞാൽ എന്തോരം വില ഉണ്ടാവും? ഇറ്റ് ഡസന്റ് ഹോൾഡ് എനി ഗ്രൗണ്ട്. മനസ്സിലായോ? ഇതിന് ഒരു ഗ്രൗണ്ട് ഇല്ല. ഇപ്പൊ ഈ നാസർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. മനസ്സിലായോ? ഇത് അക്കാഡമിക് ലോകത്ത് ഒന്നും സംഭവിക്കില്ല. കാരണം ഇതൊക്കെ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഇതിന് മറുപടി കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ വന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരുത്തനും എഴുന്നേറ്റ് നിന്നിട്ട് നാസറിന് തൽക്കാലം മറുപടി കൊടുത്തിട്ടില്ല. പിന്നെയുള്ള ആകപ്പാടെ ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് ദാവാ സൈറ്റുകളിൽ ബ്ലോഗുകളായിട്ട് ഇങ്ങനെ ആത്മരതി അടയുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങളെ നടന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വായിച്ചു, അതിനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. തബരീനെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ദേ ഓൾവേസ് ക്ലെയിം ദാറ്റ് ദേ ഇവാലുവേറ്റ്. എങ്ങനെയാണ് റിവാലുവേറ്റ് ചെയ്യുന്നത്? റീഡിങ് വിയ ഇജ്തിഹാദ്. ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെല്ലിംഗ് ഒക്കെ നോക്കേണ്ട ഒരു പഴയമാരിയല്ല. ഗ്രാമർ ആൻഡ് പ്രിഫറൻസ്. അതായത് they don't do blanket acceptance as equally divine or മുത്തുവാത്തർ ആണെന്ന് പറഞ്ഞ് എന്തെങ്കിലും സാധനം ചുമ്മാ എടുക്കുകയല്ല ചെയ്യണമെന്ന് തബരി പറഞ്ഞിട്ടുണ്ട്. ഇത് നാസർ കോട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഞാന് നിസൂനെ എടുത്ത ഒരു ഓഫർ വയ്ക്കാം. ഈ നാസറിനെ ആരെങ്കിലും റെഫ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ 10,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ മേടിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, ഇതുപോലുള്ള ഈ ദാവാകണ്ടിസ്റ്റുകളല്ല, നല്ല എണ്ണം പറഞ്ഞ ഏതെങ്കിലും എഴുത്തുകാർ ഈ വിഷയത്തിൽ നാസറിന്, കാരണം ഈ വിഷയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് നാസർ.
അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ റിഫ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അദ്ദേഹം മറുപടി പറയും. പക്ഷെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ ഇതാണ്. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഇവിടെ വന്ന് എന്റെ റൂമിലും വന്ന് ഇന്നലെയും പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല ഒന്നാന്തര ഫസ്റ്റ് ക്ലാസ് നോണേ. ഓക്കെ, ഇനി സോ ഈ മുത്തുവാത്തിർ എന്ന് പറഞ്ഞ ക്ലെയിം ഹിസ്റ്റോറിക്കലായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്നെ പോലെയോ നിങ്ങളെ പോലെയുള്ള ആൾക്കാരല്ല ഇതിനെപ്പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇയാൾ പറഞ്ഞത്, യാസർ ഖാദി പറഞ്ഞത്, ഇത് ഹോൾസ് വലിയ ഓട്ടയാണ് എന്റെ നബീലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കളറ് മാറ്റി ഞാൻ ഹദീസ് നമ്പർ വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് മണ്ടന്മാരായ കുറച്ച് അണികളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ദിസ് ഈസ് എ ട്രൂത്ത്. നിങ്ങൾക്ക് ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മുള്ളിന്മേൽ ഉതയ്ക്കുന്ന പോലെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ കൺസണന്റൽ സ്കെലിട്ടൺ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വചനം പ്രിസർവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്ക്. ആദ്യം പറഞ്ഞു ഫരീദിനെ പോലുള്ള ആൾക്കാർ ദേ നോട്ട് ഈവൻ സ്കോളേഴ്സ് ടു ബിഗിൻ വിത്ത്. നമ്മൾ അവരുടെ വാദങ്ങൾ തന്നെ ഞാൻ എടുത്തു. വാദങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇതാണ്, ഒരു മറുപടി അദ്ദേഹം കൊടുത്തിട്ടില്ല. ഈ വാദങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഹദീസിന്റെ ആർഗ്യുമെന്റ്സ് എടുക്കുന്നത് പോലെ മാത്രമേ ഈ വിഷയത്തിലും നാസർ എടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? അത് ഇപ്പൊ ഇയാളെ ആസിമിനെ കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ബാക്കിയുള്ള ആയത്തുകളെ അങ്ങനെ അവർക്ക് തള്ളിക്കളയാം. പക്ഷെ പുള്ളി പറയുന്നത് വേറെ കുറച്ചെണ്ണം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള സ്ട്രീറ്റ് ലെവൽ റിപ്ലൈസിന് നമുക്ക് സ്കോളാസ്റ്റിക് രംഗത്ത് വലിയ കാര്യമുണ്ടെന്നില്ല. ദീസ് ആർ ഫാബ്രിക്കേഷൻ, കോൺസ്പിറസി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് ആർഗ്യുമെന്റ്സ് ആണ്. മേ ബി അത് ഈ പറഞ്ഞ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് രോമാഞ്ച പഞ്ചകം ഉണ്ടാക്കുമായിരിക്കും, എനിക്കറിയില്ല. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായിട്ട് തെറ്റാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ഡിത ലോകത്തിന് വലിയ വിലയൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ വൈൻഡിങ് ആയിരിക്കും. അപ്പൊ കാരണം ഇതിൽ റെഫ്യൂട്ടേഷൻ ഇതുവരെ വരട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിഗണിക്കാം. നിസൂരിനെ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ 10,000 രൂപ സ്റ്റാൻഡേർഡ് ആളല്ല, പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരു പേപ്പർ കാണിച്ചാൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വകയല്ല. ഞാൻ ആവശ്യം പ്രൈമറി ആയിട്ട് ഞാൻ നോക്കിയിട്ട്, ഞാൻ രണ്ടാമത് ഇന്നും നോക്കി കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം തരാന്ന് പറഞ്ഞ കാശ് ഞാൻ മേടിച്ചു തരാം. അതായത് പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരു പേപ്പർ നാസറിനെ പോയിന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എഴുതപ്പെട്ട ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു റെഫ്യൂട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ നാസർ ഈ ഹദീസുകളെ ഫാബ്രിക്കേഷൻ ആയിട്ടോ ഫുള്ളും നുണയായിട്ടോ അല്ല പറയുന്നത്. അല്ലെങ്കിൽ ഈ ഖുറാൻ എന്ന് പറഞ്ഞത് മുഴുവൻ തിരുത്തപ്പെട്ട ഗ്രന്ഥമാണെന്നല്ല പറയുന്നത്. നമ്മളും അതല്ല അവകാശപ്പെടും. മനസ്സിലാവുന്നു? അതായത് ഈ കൺസോണന്റൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞ കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം എന്താണ്? സ്കെലിട്ടൺ ഉണ്ട്, സ്കെലിട്ടൺ പോരല്ലോ. പക്ഷെ ഇസ്ലാമിന് സ്കെലിട്ടൺ പോരല്ലോ, അല്ലേ? നിങ്ങൾക്ക് വേണ്ടത് കാരണം ഇത് അള്ളാഹയുടെ സാധനമാണ്. ഈ അള്ളാഹയുടെ സാധനം പ്രിസർവ് ചെയ്യാന്നുള്ള വാക്ക് പറഞ്ഞേക്കുന്നത് 15ാമത്തെ സൂറയിലല്ലേ? അള്ളാഹു ആണ് പറഞ്ഞേക്കുന്നത്. സോ ഡൈവേഴ്സിറ്റി ഓഫ്, ഞാൻ അതുപോലെ 900 ഖുറാനാണ്. നിങ്ങൾ എപ്പോഴും ആ വാക്ക് ഓർത്തിരിക്കുക. മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ ഓൾവേസ് സേ കാക്കകൾക്ക് 900 ഖുറാനാണ്. ഓക്കെ, എത്ര ഖുറാനുണ്ട്? കാക്കകൾക്ക് 900 ഖുറാനാണ്. സോ ദി അഹ്റൂഫ് ട്രഡീഷൻ ഒറിജിനലി എങ്ങനെയായിരുന്നു ഒരു പ്ലാൻ ചെയ്തത്? ഈ ഇത് വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക്, അക്ഷരമില്ലാത്ത ആൾക്കാർക്ക്, പല ഗോത്രങ്ങളുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലേ? അങ്ങനെയല്ലേ ഈ ഹദീസുകൾ പറയുന്നത്. അപ്പൊ ഈ പിൽക്കാലത്തുള്ള ഈ സാധനത്തിന് മുത്തുവാത്തറായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് തെളിയിക്കാൻ പണ്ഡിത ലോകത്തിന് ഇത് അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. അജീബ് പോളിന്റെ അടുത്തല്ല. ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ധാരാളം പ്രൊഫസർമാർ അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം പോകേണ്ടത് യാസർ ഖാദിയുടെ അടുത്താണ്. അദ്ദേഹത്തിന് മുത്തുവാത്തറാണെന്നുള്ള വാദമായിട്ട്, ഇത് വളരെ ക്രെഡിബിൾ ആണെന്നുള്ള വാദമായിട്ട് നിങ്ങൾ പോയി ആദ്യം പറഞ്ഞ് അയാളെ അടിച്ചു ഓടിക്കേണ്ടത് യാസർ ഖാദിയുടെ അടുത്താണ്. യാസർ ഖാദിക്ക് മറുപടി പറയാൻ ഇപ്പൊ ഈ എന്താണ് അയാളുടെ പേര്? ഫരീദോ, ഞാൻ പേര് പെട്ടെന്ന് വന്നു, ഫരീദോ ഫർഹാനോ എന്തോ ഒരു പേരാ. അവ ഇവരൊക്കെ ഉള്ളൂ. മനസ്സിലായോ? എന്തിയെ നമ്മുടെ മുഹമ്മദ് ഹിജാബ് അവിടെ അന്ന് മ്ലാന വദനായിട്ട് അന്ന് ഇരിക്കേണ്ടി വന്നത്? ഇത് ചൈൽഡ്സ് പ്ലേ എന്നാണോ? അല്ല, അങ്ങനെ എന്തൊക്കെ വാക്കുകളാണ് അയാൾ ഉപദേശിച്ചത്. അതായത് ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്.
കുഴപ്പമില്ല. പക്ഷെ തെളിവാണ് ഈ സാധനം ഫുള്ള് പ്രിസർവ്ഡ് ആണ്, അള്ളാഹ്ക്ക് അന്ന് കൊടുത്ത പോലെ ഫുള്ള് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്ന് തള്ളരുത്. അത്രയും മതി. നൗ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ, അതായത് സാധാരണഗതിയിൽ കോമൺ ലിങ്ക് വഴിയുള്ള ഇസ്നാദ് വഴിയുള്ള സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സ്റ്റാൻഡേർഡ് ക്ലെയിം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ധർമ്മദീപ്തിയുടെ ചാനലിലോട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറഞ്ഞേ ക്ലബ് ഹൗസിലോട്ടോ അല്ല. നിങ്ങൾ പോകേണ്ടത് വേറെ വലിയ സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ബുക്ക് പറഞ്ഞ വാങ്ങിക്കണമെങ്കിൽ $211 പോസ്റ്റലും ആണ്, അമേരിക്കൻ ഡോളർ വേറെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സോ ഉസ്മാന്റെ ഈ ക്ലെയിം അല്ലെങ്കിൽ റസം നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വാദം നിങ്ങൾ തെളിയിക്കേണ്ടത് ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ അടുത്താണ്, അത് ഞങ്ങളുടെ അടുത്തല്ല. ഇവര് മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ദേ ഓവർ റിലൈ ഓൺ ദ ഓറൽ ട്രാൻസ്മിഷൻ എക്സെപ്ഷണൽസ്. ഇതെങ്ങനെ നിങ്ങളുടെ വിശ്വാസമായിക്കോട്ടെ, ഇത് തെളിവുണ്ടെന്ന് പറഞ്ഞ് തള്ളയ്ക്കാൻ വന്നത്. ഇത് മുത്തുവാത്തരാണെന്ന് തെളിവുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണെന്ന് പറയുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മറുതയും എന്താണ് ചാത്തനും പോത്തനും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ആരെങ്കിലും ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം, അതിനൊന്നും ആരും പ്രശ്നമൊന്നും പറയില്ല. പക്ഷെ ഇത് മുത്തുവാത്തരാണ്, ഇത് അള്ളാഹ് അന്ന് കൊടുത്തോലെ ഇന്ന് കിട്ടി, അതിന് തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളാൻ വരും. മനസ്സിലായോ? അക്കാഡമി ലോകത്ത് ഇതിന് പുല്ല് വിലയാണ്. ഓക്കെ, അതിന് അവരൊരു ടെക്നിക്കൽ വാക്ക് ഇസ്നാദ് ചെയ്യുന്നതിന് അഹദാണെന്നാണ് പറയുന്നത്. സിംഗിൾ, പലപ്പോഴും അഹദ് സ്റ്റാൻഡുകൾ, സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ, നോട്ട് എ മാസ് ട്രാൻസ്മിഷൻ. ഇതല്ലാതെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഖിറാത്തുകളെല്ലാം മുത്തുവാത്തറാണെന്ന് നിങ്ങൾ പോയിട്ട് തെളിയിക്കേണ്ടത് ഇതുപോലുള്ള പണ്ഡിതന്മാരെ അടുത്താണ്. അള്ളാഹു അഹദാന്ന് തെളിയിക്കുന്ന വരി, അള്ളാഹു അഹദാണെങ്കിലും അല്ലെങ്കിലും ഈ നിങ്ങളുടെ പല വായനാ രീതികളും അഹദാണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിന് തെളിവായിട്ട് അദ്ദേഹം കോട്ട് ചെയ്യുന്ന നഫി, ഇബിൻ കത്തീർ ആൻഡ് ആസിം, ഈ 3 പേരെയാണ് കോട്ട് ചെയ്യുന്നത്. പലപ്പോഴും പല സ്ഥലത്തും എപ്പിനോമസ് റീഡേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. അവിടെ മുത്തുവാത്തറായിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി വന്നിട്ട് ഇതിന് വിറ്റ്നസ് ചെയ്യുന്നില്ല എന്നാണ്. ഞാനത് അദ്ദേഹത്തെ കോട്ട് ചെയ്യാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യു ഷുഡ് ടോക്ക് ടു ഹിം, നോട്ട് ടു മീ. കാരണം കഴിഞ്ഞ റൂമിൽ ഒരാൾ പറഞ്ഞു കേട്ടു, ഇത് അജീബ് പോൾ പോയി പഠിച്ചതല്ല. ഇത് അജീബ് പോൾ പഠിച്ചതല്ല, പക്ഷെ എനിക്ക് ധൈര്യമായിട്ട് പഠിച്ച ഒരാൾ എഴുതിയത് കോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മാതിരി ചുമ്മാ ആകാശത്ത് നിന്ന് എടുത്ത് തള്ളുന്ന പരിപാടി നമുക്കില്ല. മനസ്സിലായോ? സോ നാസർ കൺക്ലൂസ്, ഓൾ എപ്പോണിമസ് റീഡിങ്സ് were transmitted via single strands. ഞാൻ അതുകൊണ്ട് വായിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കാര്യത്തിൽ മലയാളത്തിൽ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. All the eponymous readings were transmitted via single strands of transmissions, bracket ahad, between the prophet and the 7 readers, which rendered the tawatur, അതുപോലെ മുത്തുവാത്തരം, of these readings questionable and problematic. അദ്ദേഹം പറയുന്ന മുത്തുവാത്തറിന്റെ ഇഷ്യൂ പറയുന്നുണ്ട്. ഷാർപ്പ് ഡിക്ലൈൻ ഇൻ നമ്പർ ഓഫ് ട്രാൻസ്മിറ്റേഴ്സ്. ദ നമ്പർ ഓഫ് ഡയറക്ട് സ്റ്റുഡൻസ് ഓർ ട്രാൻസ്മിറ്റേഴ്സ് ഫ്രം ദ readers dropped dramatically over the time. Okay, immediate transmitters later reduced to 2 canonical ones. കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞാണ്. സിമിലർ പാറ്റേൺസ് ഫോർ അതേഴ്സ്. ചിലപ്പോഴൊക്കെ 2 പേര്, ചിലപ്പോഴൊക്കെ ഒരാൾ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ഇത് ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ തോന്നുന്ന പറയുന്നില്ല. ദാറ്റ് ഈസ് ദ സ്റ്റഡി. ഈ ഖുറാനെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒന്നും അല്ല സുഹൃത്തെ. Okay, because Mutawatir requires large number of independent transmitters in every generation from different regions, such that collusion or error is impossible. So transmissions through 1, 3 or even 17 people in some links cannot qualify as Mutawatir. Many early scholars themselves admitted the canonical reading came via single
or weak chains and not mutawatir or tawatur. മനസ്സിലായോ? വേഗം അടക്കം എടുത്തോണ്ട് പോകും. പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? They did it by human ijtihad or scholarly choice. So early scholars treated readings as human ijtihad or scholarly choice, not purely divine. Tabari, dated 310 AH, Al-Farah, and even Ibn Mujahid himself criticized some of the later canonical readings, preferred others, or treated variants as matters of grammatical preference or choice. ഇവരെല്ലാം പറഞ്ഞത് ഇത് മുത്തവാത്തിർ അല്ല എന്നുള്ളതാണ്. ആര്? നിങ്ങളുടെ ഖുർആൻ കമ്പൈൽ ചെയ്ത ഇബിൻ മുജാഹിദ് പറഞ്ഞത് മുത്തവാത്തിർ അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ പലപ്പോഴും കൊട്ടേഷൻസ് മേ ബി എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഐ സ്റ്റാൻഡ് കറക്റ്റ്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വായിക്കുവാണെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ റീഡ് ഇറ്റ് പ്രോപ്പർലി. So if these readings were seen as fully mutawatir, divine revelation from the prophet, such criticism and selection would not have occurred. അതായത് എല്ലാ കാനോനിക്കൽ വേരിയൻസും ഈക്വലി ഡിവൈൻ ആണെന്നുള്ള വാദം വന്നത് ആസ് പെർ നാസർ ഇറ്റ് ഹാപ്പൻ ആഫ്റ്റർ ദ 11th century. മനസ്സിലാവുന്നുണ്ടോ? അധികം നാളായിട്ടില്ല. ഈ തള്ളലൊക്കെ വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ള 1000 വർഷമായിട്ടുള്ളൂ. സോ എങ്ങനെയാണ് സംഭവിച്ചത്? പിന്നെ ഏതൊരു ബുക്കും നമ്മൾ രാമായണോ മഹാഭാരതോ പുരാണങ്ങളോ ഉള്ളതുപോലെ it happened through historical development of the tawatur claim. Ibn Mujahidന്റെ 324 canonization was not initially based on tawatur claim. അദ്ദേഹം പോലും പറഞ്ഞില്ല. Later scholars, especially Ibn al-Jazari, are to actively seek fatwas to declare the 7 or 10 readings of mutawatir. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം. So consensus was more flexible. Coercion and later theological needs helped to solidify the mutawatir narrative. എങ്ങനെയൊക്കെയാണ് ചെയ്തത്? കൺസെൻസസ് എങ്ങനെയായിരുന്നു? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺസെൻസസ്. കോയേഴ്ഷൻ എന്ന് പറഞ്ഞാൽ ഭീഷണി. ലേറ്റർ പലപ്പോഴും പല തിയോളജിക്കൽ നീഡ്സിനെയും മൈൻഡ് ചെയ്തുകൊണ്ടാണ് പല റീഡിങ്സും സെലക്ട് ചെയ്തത്, അക്സെപ്റ്റ് ചെയ്തത്. മനസ്സിലായോ? The Qiraat fails the test due to the thin early links and limited transmitters. അതായത് നിങ്ങളുടെ ഈ ക്ലെയിം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലെയിം പണ്ഡിത ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതല്ല. നിങ്ങളത് പോയിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണ്ഡിതന്മാർ ഈ വിഷയം പഠിച്ചിട്ടുള്ള ഇസ്ലാമിക പേരുള്ള പ്രാക്ടീസിങ് മുസ്ലിങ്ങൾ നിങ്ങളെ ആട്ടും. അതിന് എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ പവർ പോയിന്റ് ഉണ്ടാക്കിയപ്പോ കളറ് മാറ്റിയെന്നോ അല്ലെങ്കിൽ എഴുതിയ കോട്ട് ചെയ്ത ഏതെങ്കിലും ഒരാളുടെ ഇത് ശരിയായില്ല എന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി? എനിക്ക് ഇത്ര ടൈം നീ മേൽപ്പാ. മനസ്സിലായോ? നമ്മളിവിടെ സെൻട്രൽ ക്ലെയിം, ഇപ്പോൾ ഞാൻ ആളുടെ പേര് പറഞ്ഞല്ലോ, നാസറിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നയാള് തൊലിപ്പുറത്തോടെ എന്തോ വിമർശിച്ചിട്ട് ഇസ്ലാമിനെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മരതി അടയുന്നുണ്ട്. മനസ്സിലായോ? ഹി ഈസ് നോട്ട് ഈവൻ, നെവർ ഈവൻ ടച്ച് ദ മെയിൻ ക്ലെയിം. എന്തായിരുന്നു മെയിൻ ക്ലെയിം? മുത്തുവാത്തിർ എന്ന് പറഞ്ഞ സാധനം വർക്കാകില്ല. മാത്രമല്ല ഈ വായനകൾ അല്ലെങ്കിൽ ഈ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഓത്തുകൾ ഡിവൈൻ ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അത് ഇജ്തിഹാദ് വഴി പണ്ഡിതന്മാരെ സ്കോളർലി ഒപ്പീനിയൻ വഴി തിരഞ്ഞെടുത്താണ്. കൂടാതെ നഫി, അസീം മുതലായുള്ള ഇത് സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. സിംഗിൾ സ്ട്രാൻഡ്. അതിനെ അഹദ് എന്നാണ് അയാൾ വിളിച്ചിരിക്കുന്നത്. അഹദ്. That's not a mass transmission at every generation. The number of transmitters dropped sharply over time and Qiraat books focus on later change. എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻ? Strict mutawatir or as defined by the usul fiqh is not met for the system of readings
claims of mutawatir for the qiraat become dominant only later. പിൽക്കാലത്ത് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോ ഈ പറഞ്ഞ കിങ് ഫഹദ് വേർഷൻ ഓഫ് ഖുറാൻ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പറയും ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇത് കാണാതെ പഠിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ കാലഘട്ടത്തില് ഈ 11ാമത്തെ സെഞ്ചുറിയിലൊന്നും ഇങ്ങനെയുള്ള ക്ലെയിമും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഈ പറഞ്ഞ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. So basically, the scholars are highlighting the human ijtihad or scholarly reasoning in early transmission rather than divine intervention. ഇത് അള്ളാഹയുടെ സംരക്ഷണമൊന്നും അല്ല, മനുഷ്യനാണ് തെരഞ്ഞെടുത്തത്. അത്രയും ഡെക്കറേഷൻ മതി. മനസ്സിലായോ? So all canonical variants are direct divine revelation or wahi by the prophet എന്നുള്ള സ്റ്റാൻഡേർഡ് നരേറ്റീവ് നമ്മൾ മാറിയിട്ട് early major scholars like Al-Tabari, Al-Fara, and even aspects of Ibn Mujahid, and they all settle for a term called ijtihad. നിങ്ങൾ ഏതെങ്കിലും ഉസ്താദോ ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതനോ പറയുമ്പോ ഇത് എന്താണ് പറയണേ, തവാത്തിറാണ് അല്ലെങ്കിൽ മുത്തുവാത്തിറാണെന്ന് പറയുമ്പോ ഇല്ല പണ്ഡിത, അതിന്റെ ശരിക്കുള്ള വാക്ക് നമ്മുടെ തന്നെ ചരിത്രകാരന്മാർ പറയുന്നത് ഇറ്റ്സ് നോട്ട് മുത്തുവാത്തിർ, ഇറ്റ്സ് കോൾഡ് ഇജ്തിഹാദ്. ഈ വാക്ക് നിങ്ങൾ പഠിച്ചു. സ്കോളർലി കൺസെൻസസ്, സ്കോളർലി റീസണിങ്. അങ്ങനെയാണ് നിങ്ങളുടെ ഖുറാൻ ഉണ്ടായിരിക്കുന്നത്. ഉത്തുമാനിക് രസം ഒരു പരിധി വരെ, ഒരു 70-80% വരെ, 80 എന്നുള്ള പെർസെന്റേജ് എന്നുള്ള എന്റെ കയ്യിൽ നിന്നിട്ടാണ്, കുറച്ചൊക്കെ പ്രിസർവ്ഡ് ആണ്. പക്ഷെ ഈ ഖുറാൻ പ്രിസർവ് എന്നുള്ള അല്ല എന്നുള്ള കാര്യം തന്നെ ആദ്യത്തെ കമ്പൈലേഷൻ വഴി ഉസ്മാനിന്റെ രസം എത്തുന്നത് വരെ തന്നെ പ്രവാചകന്റെ മെസ്സേജ് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു. അതിനുശേഷം കോംപ്രമൈസ് ചെയ്യപ്പെട്ട പ്രധാനമായിട്ടും കൺസണന്റ് വഴിയല്ല, പിന്നീട് കോംപ്രമൈസ് ചെയ്യപ്പെട്ടത് നമ്മൾ ഈ പറഞ്ഞ ഇത് തന്നെയാണ്, ഓത്ത് രീതിയിലാണ്. കാരണം നിങ്ങൾക്കറിയാലോ, നീട്ടി വായിച്ചാൽ അർത്ഥം മാറും, കുറുക്കി വായിച്ചാൽ വേറെ അർത്ഥമായിരിക്കും, നേരെ വായിച്ചാൽ വേറെ അർത്ഥമായിരിക്കും. ഇങ്ങനെ 6000 ചില്ലാനും വാക്കുകൾ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഖുറാൻ പ്രിസർവ് ചെയ്തു എന്നുള്ള കാര്യം, ഇത് ഡിവൈൻ ആണെന്നുള്ള കാര്യം എല്ലാം ഏറെക്കൂടെ ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ പേര് പറയുന്നത് സബാ താറൂഫ് എന്നാണ് അതിന് പറയുന്നത്. 7 തരം ആറൂഫുകൾ ഉണ്ടെന്നുള്ള ആ ആയത്തുകളുടെ ക്രെഡിബിലിറ്റിയാണ്, ആയത്തുകളുടെ ക്രെഡിബിലിറ്റി അല്ല, ആ ആയത്തുകളെ കൊണ്ട് ഓട്ടയടയ്ക്കാനാണ് ഇസ്ലാം എപ്പോൾ ശ്രമിച്ചെന്നുള്ളതാണ് പണ്ഡിത പക്ഷം. ഓക്കെ, ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം നിലനിൽക്കുന്നത്, ഖുറാൻ പ്രിസർവേഷൻ നിലനിൽക്കുന്നത് 2 പില്ലറിലാണ്. ഒന്ന് റസം അല്ലെങ്കിൽ എഴുത്തുകൾ, വേറൊന്ന് ഖിറാത്ത്. ഈ രണ്ടും കംപ്ലീറ്റ്ലി പ്രിസർവ്ഡ് ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആധുനിക, അതായത് 100% പ്യുവർ പ്രിസർവേഷൻ, ഫുൾ പ്രിസർവേഷൻ റസമിനും ഖിറാത്തിനും സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വാദം. The entire Quran text and recitation is perfectly preserved through മുത്തുവാത്തിർ എന്നുള്ള സ്റ്റാൻഡേർഡ് നരേറ്റീവില് കൺസോണന്റൽ സ്കെലിട്ടൺ ഒരുപക്ഷെ ഉണ്ടാവും. ഉത്തുമാനി കോഡക്സിന്റെ കുറച്ചൊക്കെ, പക്ഷേ the oral variants that are specific pronunciation and minor differences of thinner or early transmission and more human mediation. So what is the implication? So this creates a more layered picture of preservation. The core text is, we can claim, somewhat stable, but the readings involves historical processes, human intervention and ijtihad. അർത്ഥം പ്രിസർവ് ചെയ്തിട്ടില്ല, മെസ്സേജ് പ്രിസർവ് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് ഈ പറഞ്ഞ റസമും പ്രിസർവ് ചെയ്തിട്ടില്ല. അപ്പൊ എവിടെ കിടക്കുന്നു നിങ്ങളുടെ പോപ്പുലർ ദാവ അപ്പോളജറ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ മിറാക്കുലസ്, എറർ ഫ്രീ, കംപ്ലീറ്റ്ലി മുത്തുവാത്തിർ, എവറി ഡീറ്റെയിൽ. ഈ പറഞ്ഞ ക്ലെയിം ഒക്കെ നമ്മൾ ആധുനിക വീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് എ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ലൈക്ക് എനി അതർ ടെക്സ്റ്റ് and later strengthening certain claims. 16ാം നൂറ്റാണ്ട് തുടങ്ങിയാണ് ഈ ക്ലെയിം ഒക്കെ വന്നു തുടങ്ങിയത്. It may be a bit unsettling for you, കാരണം ഇത് ചിലപ്പോ കേൾക്കുമ്പോൾ എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഇതാണ് പഠനം, മനസ്സിലായി? ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ല, ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ കോട്ട് ചെയ്ത സ്റ്റഡിയൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പുള്ള സ്റ്റഡിയാണ്. ഒരു റെപ്യൂട്ടേഷൻ വന്നിട്ടില്ല. ഞാൻ അതാ പറഞ്ഞേ, അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കൂ, നമുക്ക് പരിശോധിക്കാം.
ഈ മുത്തവാത്തിർ എന്ന് പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ലെജിറ്റിമേറ്റ് ഉള്ള ഒരു പ്രഷർ പോയിന്റ് ആണ്, ഒരു ടിപ്പിംഗ് പോയിന്റ് ആണ്. എനിക്കറിയാം പലപ്പോഴും പല ആൾക്കാർ അതുകൊണ്ടാണ് ഇത്ര എന്നോട് ദേഷ്യമുള്ള ആൾക്കാരൊന്നും അല്ല, പക്ഷെ ഇത്രയും ചീത്ത വിളിക്കുന്നതിന്റെ കാരണം ഈ പോയിന്റ് ആണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ച് ഞങ്ങൾ ക്രിസ്തുവിനെ എന്ത് പറയുന്നു അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് അവരുടെ ഖുർആൻ. സ്വർഗത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള നിത്യമായ അള്ളാഹുവിന്റെ വചനം എന്തൊക്കെ നിങ്ങൾ പറയാൻ പറ്റുന്നു, അതായത് തെറ്റില്ലാത്ത, കുത്തിനും കൂമയ്ക്ക് മാറ്റമില്ലാത്ത, യാതൊരു ഒരു രീതിയിലും മാറ്റമില്ലാത്ത സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതിന്റെ രസം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, അതിന്റെ വായന സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഇജ്തിഹാദ് വഴിയാണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് വഴിയാണ്? മുത്തവാത്തിർ വഴിയല്ല, ഇജ്തിഹാദ് വഴിയാണ്. അതും സംരക്ഷിക്കപ്പെട്ടു എന്നല്ല. നിന്ന രീതിയിൽ എങ്ങനെയാണ് ഇന്നത്തെ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഖുർആൻ, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ ഓവർ ദ ടൈം മാറിയും മറിഞ്ഞുമാണ് ഇന്ന് കാണുന്ന രീതിയിലെത്തിയത്. അതായത് നരേറ്റീവിനും റിയാലിറ്റിക്കും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിനകത്തിട്ട് തള്ളിയിടാനാണ് പലപ്പോഴും ഈ സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇറാത്തിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യന് ഇസ്ലാമിന് ഉത്തരവില്ല. പോപ്പുലർ ക്ലെയിം വള്ളിപുള്ളി സംരക്ഷിക്കുക എന്നുള്ള ചോദ്യത്തിന് ഇസ്ലാമിന് ഉത്തരവില്ല. ടെക്സ്ച്വൽ ക്രിറ്റിസിസം ചെയ്യാൻ ഇസ്ലാമിൽ തുടങ്ങിയിട്ടില്ല, തുടങ്ങിയപ്പോഴേ ഉത്തരമില്ല. ഇതുണ്ടാക്കുന്ന തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നി മുസ്ലിങ്ങൾക്ക് വളരെ വലുതാണ്. ചുരുക്കി പറഞ്ഞാൽ കാനോനിക്കൽ റീഡിങ്സ് നബിയിൽ നിന്ന് റീഡർമാരിലേക്ക് മാസ് ചെയിനുകൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടതല്ല. അവയിൽ ഭൂരിഭാഗവും ആദ്യകാല ലിങ്കുകളിൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയിന് വഴി, നേർത്ത ചെയിനുകൾ വഴി മാത്രമേ എത്തിയിട്ടുള്ളൂ. ആദ്യകാല പണ്ഡിതന്മാരായിരിക്കുന്ന തബരി, അൽ ഫറ തുടങ്ങിയവർ പല വേരിയന്റുകളെയും ഇജ്തിഹാദ് മാത്രമേ ആയിട്ട് കണ്ടിട്ടുള്ളൂ. അതായത് അത് ദൈവീകമല്ല, മാനുഷികമാണ്. റീഡിങ്ങുകൾക്കുള്ള മുത്തുവാത്തിർ എന്നുള്ളത് കേവലം 11ാം നൂറ്റാണ്ടിന് ശേഷമേ വന്നിട്ടുള്ളൂ. ഉസ്മാന്റെ സ്റ്റാൻഡർഡൈസേഷൻ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ വെച്ച് തന്നെ പ്രവാചകന്റെ സന്ദേശം നശിപ്പിക്കപ്പെട്ടിരുന്നു. കാരണം നിങ്ങളുടെ സ്വന്തം സ്രോതസ്സുകൾ, ഫോർ എക്സാമ്പിൾ സൈ ബുഖാരി, കിതാബ് അൽ മസാഹിബ്, നിങ്ങളുടെ പല ഹദീസുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, പല റെഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിലൊക്കെ വൈവിധ്യം ഉണ്ടായിരുന്നു. ഇത് മനുഷ്യന്റെ അധികാരം, ഇജ്തിഹാദ് വഴി അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി വഴി ബോധപൂർവം തീരുമാനിക്കപ്പെട്ടതാണ്. അതല്ലാതെ ദൈവിക സംരക്ഷണം അവകാശപ്പെടാൻ ഇല്ല. So basically my claim is Quran is just like any other book. ഈ സ്റ്റാൻഡർഡൈസേഷന് ശേഷം വന്ന വൈവിധ്യത്തെ ലെജിറ്റിമൈസ് ചെയ്യാനുള്ള ഒരു തരം തട്ടിപ്പാണ് വിവിധ തരം വായനകൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ടുള്ള ക്ലെയിം. ആദ്യകാല പണ്ഡിതന്മാർ എല്ലാ കാനോനിക്കൽ വേരിയന്റുകളെയും തുല്യമായിട്ട് നേരിട്ട് വെളിപ്പെടുത്തതായിട്ടും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടുന്നൊരു വാദം അവർക്കില്ല. അപ്പൊ ഇത്രമാണ് നമുക്ക്. ഇപ്പൊ ഞാനിതൊരു ട്യൂഷൻ ക്ലാസ് ആയിട്ടാണ് എടുത്തത്. ഞാൻ ചിലപ്പോൾ 1-2 കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വേഗം പറയാം. അതിനുശേഷം ഞാൻ നോക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പറയും. പറയൂ. യൂട്യൂബിൽ കേൾക്കാമായിരുന്നല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് പറയാമോ പ്ലീസ്? ഞാൻ പറയുന്ന, നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എന്റെ കുഴപ്പമാണെന്ന് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു. ഓക്കെ.
ഓ, ഇത് ഓൾറെഡി ബുക്ക് അല്ലേ, നമ്മൾ ബുക്ക് നോക്കിയൊക്കെ അല്ലേ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നമ്മൾ ഇതിന്റെ അകത്ത് പണ്ഡിതനല്ലല്ലോ, പണ്ഡിതന്മാര് ചെയ്യുന്നുണ്ട് നമ്മളെക്കാളും നല്ലതായിട്ട്. അത് ചെയ്തതിന്റെ കുരുവട്ടലാണ് ഇപ്പൊ കേൾക്കുന്ന സഹോദരൻ. അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഈ പുസ്തകം എഴുതിയത്, അതിന്റെ വിഷമാണ് ഇപ്പൊ കേട്ടുകൊണ്ട്. ഇത് അതെ ഞാൻ പറഞ്ഞ, ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇത് ഞാൻ അല്ല ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഇടയിലുള്ള നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതല്ലാതെ ഇത് ഈ ഒരു പ്രായത്തില് നമ്മുടെയൊക്കെ ജീവിതം വെച്ച് ഇത് ചെയ്യാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്. അത് അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. വി ആർ ട്രെയിനിങ് ദ ട്രെയിനേഴ്സ്. അപ്പൊ അവർക്ക് ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, അത് അവർ ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ പോയ നടപടിയുള്ള കേസല്ല. വി നീഡ് സംബഡി ഈസ് ഡൂയിങ് ഇറ്റ്. അവർക്ക് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യണം. നമ്മളെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളായില്ല. നമ്മളിപ്പോ ഒരു പറഞ്ഞല്ലോ, ഇപ്പൊ അവിടെ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു, റിസ്വാനോ എന്താളുടെ പേര് ഞാൻ പറഞ്ഞു. അതുപോലുള്ള ഒരു ലെവലിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത് വർഷങ്ങളുടെ അധ്വാനമാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിലോട്ട് നമ്മൾ ഈ പഠനം എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ നെവർ കൺസിഡർ മൈസെൽഫ് ആസ് എ സ്കോളർ. അപ്പൊ ആ സ്കോളേഴ്സ് ആണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിവിടെ ആദ്യം പറഞ്ഞു വെച്ചത് 100% പ്രിസർവേഷൻ എന്ന് പറഞ്ഞൊരു ക്ലെയിം പണ്ഡിതന്മാർക്കില്ല. ഓക്കെ, ഈ ഉസ്മാന്റെ തന്നെ കാലത്ത് ധാരാളം റസമുകൾ ഉണ്ടായിരുന്നു. അത് സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഇബിൻ മുജാഹിദിന്റെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ അത് 50 എന്നാണ് എന്റെ ഓർമ്മ. ഞാനിപ്പോ എന്തെങ്കിലും പറയുമ്പോ അതിനകത്ത് കറക്റ്റ് എണ്ണം അല്ലെങ്കിൽ 50 80 ആണ് കറക്റ്റ് ഓർക്കുന്നില്ല. 50 എന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പൊ 50 തരം റസമിൽ നിന്നാണ് ഏകദേശം 7 എണ്ണം പിന്നീട് ഇബിൻ മുജാഹിദ്, പിന്നെ അതിനുശേഷം 10 ഇബിൻ അൽ ജാസറി ചെയ്തത്. അപ്പൊ ഇതിനൊന്നും ഇവർക്ക് ഈ പറഞ്ഞ വായനകള് ദൈവികമാണെന്നുള്ള വാദമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെ തിരഞ്ഞെടുത്ത? അവര് ഹ്യൂമൻ ഇജ്തിഹാദ് വഴി മനുഷ്യൻ തിരഞ്ഞെടുത്തു, മനുഷ്യന്റെ ബുദ്ധിയും യുക്തി ഉപയോഗിച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാത്ത ഒരെണ്ണം തിരഞ്ഞെടുത്തു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് പറയുന്നത് എന്താണ്? അള്ളാഹു അല്ല, അങ്ങനെ ഒരു ഡിവൈൻ ഹാൻഡ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ആ തെരഞ്ഞെടുത്തവർ പോലും പറയുന്നില്ല. അത് തെരഞ്ഞെടുത്തവർ പറയുന്നില്ല എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുത്ത ആൾക്കാരും അങ്ങനെയുള്ള പലതിനെയും വിമർശിച്ചിട്ടുണ്ട് അവര്. ഇത് നമ്മൾ പറഞ്ഞല്ല, ഇത് ഈ വിഷയത്തെ പറ്റി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. അപ്പൊ ഉത്മാന്റെ അതായത് മെയിൻ പോയിന്റ് തന്നെ ഈ ഉത്മാന്റെ റസം എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പന സുബുദേ ഞാൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരുന്നു. ഓക്കെ, നോൺ ഉത്മാനി ഖുറാൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ എന്ത് പറഞ്ഞത്. ആ നോൺ ഉത്മാനി ഖുറാൻ ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തനായുടെ ലോവർ ലെയറിൽ മാനുസ്ക്രിപ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഉത്മാനിക് റസം അല്ലെങ്കിൽ ഉത്മാനിന്റെ കോഡക്സ് മാത്രമേ ഉള്ളൂ എന്നുള്ള വാദം ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഉത്മാന്റെ റസം ഒരു കുറച്ചൊക്കെ പ്രിസർവ് ചെയ്തു എന്ന് വാദിക്കാം. പക്ഷെ നിങ്ങൾക്കത് പോരാ. നിങ്ങൾക്ക് വാദിക്കുമ്പോൾ 100% പ്രിസർവ് ചെയ്തെന്ന് വാദിക്കണം. അത് പറ്റില്ല. മനസ്സിലായോ? ഇവരുദ്ദേശിച്ചത് ഞങ്ങള് ഉസ്മാന്റെ റസം സംരക്ഷിച്ചു എന്നുള്ള കാര്യം. അതാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്കിത് ഇത്രയും ലളിതമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് നാളെയും നമ്മുടെ ടിഗ് സാറ് വരും, നിസു സാറ് വരും, നമ്മുടെ സാബിത്ത് വരും. ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നിട്ട് പറയും ഞങ്ങളെ ബാധിക്കുന്ന കാര്യം. നിങ്ങളെ ബാധിക്കുന്ന കാര്യം അല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് ഇതിനൊരു മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ എന്റെ പവർ പോയിന്റ് ഉപയോഗിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് പവർ പോയിന്റ് കാണിക്കാതെ. ഇനി കളർ എങ്ങനെ മാറിപ്പോയല്ലോ, എനിക്ക് സമയം കിട്ടില്ല. ഇന്നിപ്പോ ഈ ട്യൂഷൻ വേണമെന്ന് പറഞ്ഞ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ചെയ്തത്. അപ്പൊ കളറൊക്കെ മാറിപ്പോയല്ലോ എന്ന് ഞാനത് പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇനിയിപ്പോ ഡിസ്പ്ലേ ചെയ്യാത്ത അതുകൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ കാണിച്ചു തരാം. കാണിച്ചതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ അതിന്റെ അല്ലെങ്കിൽ ഇനിയിപ്പോ പവർ പോയിന്റ് കാണിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞല്ലേ. ഓഹ് എന്റെ കർത്താവേ, ഇവിടെയൊക്കെ എങ്ങനെ ഈ പഠിക്കാൻ പിന്നോക്കമുള്ള പിള്ളേരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാട്ടോ. കാരണം ഇവർക്ക് ഞാൻ ചെയ്യണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഇച്ചിരി കാണാവോ നിങ്ങൾക്കിപ്പോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പവർ പോയിന്റിലാണ് ഖുറാൻ സംരക്ഷണം പാളിയത് എങ്ങനെ, എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കി. എത്ര പവർ പോയിന്റ്, എത്രയോ സ്ലൈഡ് ഉണ്ട് കേട്ടോ. അപ്പൊ അത്
ദാവാക്കാരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ദാവാക്കാരുടെ അവകാശവാദം, എങ്ങനെയാണ് മെസ്സേജ് ലോസ്റ്റ് ആയത്, ഷാദാക്കിയ വായനകള്, മുത്തുവാത്തിർ എന്ന് പറഞ്ഞ പരാജയം, ഹ്യൂമൻ ഡിവൈൻ വേഴ്സസ് ലോമൻ. മനസ്സിലായി? ഇതൊക്കെ എഴുതുമ്പോ ഒക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരും. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും, മനസ്സിലായോ, ഇതൊക്കെ എഴുതി മലയാളത്തിലോട്ടൊക്കെ എഴുതുമ്പോൾ ഒത്തിരി തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും. ഐ അണ്ടർസ്റ്റാൻഡ്. ഇംഗ്ലീഷിൽ കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. മലയാളത്തിൽ എഴുതുമ്പോൾ ഇച്ചിരി കഷ്ടപ്പാടാണ്. ആദ്യം ഞാൻ ഇവിടെ മംഗ്ലീഷ് എന്ന് പറഞ്ഞ കീബോർഡ് ഉണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് എഴുതി പിടിച്ച് ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇറ്റ്സ് ടു ഹാർഡ് ഫോർ യു ഗൈസ് ടു ഹാൻഡിൽ. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു മാത്രമേ ഉള്ളൂ. 38 അങ്ങോട്ട് സ്ലൈഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ എൻ്റെ മറുപടി പറയുക. തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരണമെങ്കിൽ താഴെ ആർക്കെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ റൂം ഇടാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ചർച്ച കുറച്ചു നേരം കൂടെ ബോസിൽ ഉണ്ടാവും. അതിനുശേഷം ഇവർ ആരെങ്കിലും ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാന്ന് വിചാരിക്കും. ഞാനിപ്പോൾ യൂട്യൂബിലെ സെഷൻസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ ലിസണിങ് ഓൾ ഓഫ് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും.